നിങ്ങളുടെ സൗണ്ട് ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയറാ. കുഴപ്പമില്ല, എനിക്കാണെങ്കിൽ മൈക്കില്ല, അതാണ് മൈക്കിലെ ഹെഡ്ഫോൺ ഒന്നുമില്ല. അപ്പം ഇല്ല കുഴപ്പമില്ല. വന്നു തുടങ്ങി. നമുക്കൊരു 8:05 ഒക്കെ ആകുമ്പോൾ തുടങ്ങാം. ഓക്കെ. സോ ഹലോ ഓൾ, അപ്പം എല്ലാവർക്കും ഗുഡ് ഈവനിങ്. സോ ഇന്ന് നമ്മുടെ എപ്പോക് ബൂട്ട് ക്യാമ്പിന്റെ ഡേ 10 നമ്മൾ. അപ്പോൾ ഇതുവരെ നമ്മളിപ്പോൾ ഫസ്റ്റ് ഡേ തൊട്ട് ഇന്നലെ ഡേ 9 വരെ നമ്മൾ കവർ ചെയ്ത് എന്താണെന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് ഡേറ്റ സയൻസിനകത്ത് ഡേറ്റ സയൻസ് എന്നൊരു ഡൊമൈനകത്ത് നമുക്കൊരു പ്രോബ്ലം കിട്ടിയ, അതായത് നമുക്കൊരു ഡാറ്റ സെറ്റ് നമ്മുടെ കിട്ടിയ നമ്മൾ എങ്ങനെയാ ഡാറ്റ സെറ്റിനെ അനലൈസ് ചെയ്യും,
ഇങ്ങനെ ആ ഡാറ്റ സെറ്റിനെ വിഷ്വലൈസ് ചെയ്യും. ആ ഡാറ്റ സെറ്റ് കൊണ്ട് നമ്മൾ എങ്ങനെ ഒരു മോഡലിനെ ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്ത മോഡലിനെ നമ്മൾ എങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യും. ആ പ്രിഡിക്റ്റ് ചെയ്തതിനകത്ത് നമ്മൾ അതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്തും, പിന്നെ ആ ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ റീകറക്റ്റ് ചെയ്ത മോഡലിനെ എങ്ങനെ കുറച്ചുകൂടെ ഹൈപ്പർ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ട്യൂൺ ചെയ്ത് കുറച്ചുകൂടി എഫിഷ്യന്റ് ആക്കും. ആ എഫിഷ്യന്റ് ആയ മോഡലിനെ നമ്മൾ എങ്ങനെ പബ്ലിക്കിലേക്ക് റിലീസ് ചെയ്യും, അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് നമ്മളെങ്ങനെ മോഡലിനെ ഔട്ടാക്കും. എങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഒരു ഡേ 1 തൊട്ട് ഡേ 9 വരെ കവർ ചെയ്തത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അറൌണ്ട് നമ്മളൊരു കംപ്ലീറ്റ് ഡാറ്റ സയൻസ് പൈപ്പ് ലൈൻ തന്നെ കവർ ചെയ്തു. അതായത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ പറയാം, വേണമെങ്കിൽ നമ്മളൊരു കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ഡാറ്റ സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ സയൻസ് ലെവലിലായി. ഇനി ഇപ്പോഴത്തെ ഒരു സിനാരിയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇൻഡസ്ട്രി ട്രെൻഡ് നോക്കുമ്പോൾ ജെൻഎഐ ടൂൾസ് ആണ് ഭയങ്കര ട്രെൻഡ് ആയിട്ടിരിക്കുന്നത്. എവിടെ നമ്മളിപ്പോ എന്ത് ഒരു ജോബ് റോള് അല്ലെങ്കിൽ എന്തൊരു കാര്യം എടുത്താലും ജെൻഎഐ, അതേപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും ഭയങ്കര നമ്മൾ എന്താ പറയുക ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് എന്തായാലും ഡാറ്റ സയൻസിൽ നിന്ന് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് നമുക്കിപ്പോ ഈ പാസ്റ്റ് ഡാറ്റ സയൻസിന്റെ സെഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ തന്നെ പോലും നമുക്ക് ഈ സെഷൻ ഇനി ഇത് കഴിഞ്ഞിട്ട് നാളെ തന്നെ സെഷനും അറ്റൻഡ് ചെയ്യാനും നമുക്ക് ജെൻഎഐ ഫീൽഡിനകത്തേക്ക് കുറച്ചുകൂടെ പഠിച്ച് കുറച്ചുകൂടെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് സെഷനാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ ഡേ 10 നമ്മളുടെ ടോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ ജനറേറ്റീവ് AI, പിന്നെ LLMs ആൻഡ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ സന്ദീപ് ചേട്ടനാണ്. അപ്പോൾ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോ എല്ലാവരും ഇവിടെ തന്നെ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ അടുത്ത് ഒരു എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ ഈ അടുത്ത് മെട്രോനകത്തൊരു 12 hours എത്രയോ hours ബൂട്ട് ക്യാമ്പ് പോലെ ഹാക്കത്തോൺ നടത്തിയായിരുന്നു. അപ്പൊ അതിന്റെ മെൻഡർ അത് ChatGPT അതായത് കോഡെക്സിന്റെ യൂസ് ചെയ്ത് സ്പോൺസർ ചെയ്ത് നടത്തിയൊരു ഹാക്കത്തോൺ. അപ്പൊ അതിന്റെ മെൻഡർ, പിന്നെ അതേപോലെ തന്നെ ലിങ്ക്ഡിനിൽ അത്യാവശ്യം ആക്റ്റീവായിട്ട് പിന്നെ സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ്. അപ്പൊ രേത്തേട്ടനാണ് നമ്മുടെ സെഷൻ ഹാൻഡിൽ ചെയ്യണേ. അപ്പോ ഓ ടു രേത്തേട്ട. മൈക്ക് ഓഫ്. കേൾക്കാൻ പറ്റുമോ? കേൾക്കാം. അല്ലേ? ഞാൻ ഫോണിലാണ് ആക്സസ് ചെയ്യുന്നത്, അപ്പം ചിലപ്പോ ഒരു ലാഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ ഇപ്പുറത്ത് സ്ക്രീൻ ഷെയർ ചെയ്യാം. എന്നെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിൽ കാണാമോ? സ്ക്രീൻ ഷെയർ ചെയ്യുന്നതാണ്. ശരിയല്ലേ? എല്ലാവരും റെഡി അല്ലേ പഠിക്കാൻ? ഞാൻ കോഡിങ്ങിലേക്ക് അധികം പോകുന്നില്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ പലരും പല ടെക്സ്റ്റ് ആയിരിക്കും. ചിലർ പൈത്തൺ ആയിരിക്കും, ചിലർ ടൈപ്പ് സ്ക്രിപ്റ്റ് ആയിരിക്കും, ചിലർ ജാവ ആയിരിക്കും. അങ്ങനെ ഡിഫറൻറ്റ് ചാൻസ് ഉണ്ട്. അപ്പൊ ഞാനൊരു ഐഡിയ തരും, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടാസ്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലാംഗ്വേജ് ഇഷ്ടമുള്ള ലാംഗ്വേജ് ബിൽഡ് ചെയ്യാം. അപ്പൊ എന്താണ് ആദ്യം AI എന്താണെന്ന് അറിയണ്ടേ? അല്ലേ? കറക്റ്റ് അല്ലേ? ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? അപ്പൊ ഇടയ്ക്ക് തംസ് അപ്പ് ഇടുക, എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വയ്യ. ആദ്യം എന്താണ് ജെൻഎഐ? അല്ല, അത് എന്നെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാനാണെങ്കിൽ ഞാൻ സ്വന്തം സ്റ്റാർട്ടപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റല്ല. ഞാൻ സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യാണ്. കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ടെക്കിലുണ്ട്. കുറെ പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്ത് ഹാക്കത്തോൺ പോകുന്നു. ഇതൊക്കെ തന്നെയാണ് മെയിൻ പരിപാടി. സോ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ തുടങ്ങുന്ന ഒരു റീസെന്റ് ആണ്. ഒരു 1.5 years ആയിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കാനും പോകും. ഇങ്ങനെ വർക്ക്ഷോപ്പ് എടുക്കാനും പോയിരുന്നു. അങ്ങനെ എപ്പോഴും ഒരു വർക്ക്ഷോപ്പ് എടുത്തപ്പോൾ മ്യൂണറിൽ ആളുകളായിട്ട് കണക്ട് ആയി. അവരുടെ പണ്ടത്തെ ഫ്രണ്ട് ആൻഡ് ഇന്റേൺ ആയിട്ട് മ്യൂണർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കണക്ട് ചെയ്ത് ഇങ്ങനെ ഈ സെഷനിലേക്ക് എത്തിയത് കറന്റ്. സോ എന്താണ് AI എഞ്ചിനീയറിംഗ്? AI എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ API ഉപയോഗിച്ച് ML മോഡൽസുകൾ എങ്ങനെ ഡെയിലി ലൈഫ് പ്രൊഡക്ട്സിൽ അല്ലെങ്കിൽ ആ ഒരു യൂസർ എൻഡിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യാം, അതൊക്കെയാണ് ആ ഒരു പാർട്ടാണ് എഞ്ചിനീയറിംഗ്. അപ്പൊ ഞാൻ ഇപ്പൊ ഗ്രാഫ് കാണുന്നുണ്ടോ നിങ്ങൾ? ഇന്ന് കഴിഞ്ഞ 9 days ആയിട്ട് നിങ്ങൾ പഠിച്ചത് മോസ്റ്റ്ലി APIയുടെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ടാർഗറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡാണ്. അതായത് ML റിസർച്ചർ ആയിട്ട് നിങ്ങൾ ML മോഡൽസ് ട്രെയിൻ ചെയ്യാൻ പഠിച്ചു, ഇവാലുവേറ്റ് ചെയ്യാൻ പഠിച്ചു. അതുപോലെ ML എഞ്ചിനീയർ ആയിട്ട് എങ്ങനെ ഇൻഫറൻസ് റൺ ചെയ്യാം, ഇതിലെങ്ങനെ ഡേറ്റയൊക്കെ കളക്ട് ചെയ്ത് എങ്ങനെ ഒരു സംഭവങ്ങൾ സെറ്റ് ചെയ്യാൻ, അതാണ് മോസ്റ്റ്ലി ഡേറ്റ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ അല്ലെങ്കിൽ ML റിസർച്ച് ഫീൽഡിലൊക്കെ ആ ലെഫ്റ്റ് സൈഡിലാണ്. പക്ഷെ ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് റൈറ്റ് സൈഡിൽ നിന്നാണ്. അതായത് പ്രൊഡക്റ്റ് യൂസർ എൻഡിൽ നിന്ന് മൊബൈൽ ആപ്പ് വെബ്സൈറ്റ് ഒക്കെ ബിൽഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, AI എൻ്റർ ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ML പയ്യെ തുടങ്ങിയത്. അപ്പം ഫസ്റ്റ് ഞാൻ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആയിരുന്നു.
അത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ നിന്ന് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്ത് വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് പിന്നെ എഞ്ചിനീയറിംഗിലേക്ക് വന്ന് ആരെങ്കിലും ബിൽഡ് ചെയ്ത മോഡൽസിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനൊരു പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് എഞ്ചിനീയർ ബേസിക്കലി ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഡാറ്റാ സയൻസ് എം എല്ലോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഇപ്പൊ കണക്കറിയാവുന്നവർക്കാണ് മോസ്റ്റ്ലി എം എൽ റിസർച്ച് ഒരു അടിപൊളി ഫീൽഡ് ആയിട്ട് തോന്നുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. എനിക്ക് പ്രോഗ്രാമിംഗ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ എനിക്ക് അടിപൊളിയായിട്ട് പ്രൊഡക്ട്സ് ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. സോ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എനെ വെച്ചിട്ട് LLMs ബേസിക് LLMs അല്ലെങ്കിൽ വിഷൻ മോഡൽസ് ഒക്കെ വെച്ചിട്ട് പ്രൊഡക്ട്സുകൾ ബിൽഡ് ചെയ്യുന്നു. സോ അതാണ് ഒരു സ്റ്റാർട്ടിങ്. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫുൾ ഗ്രാഫ് നോക്കണ്ട. എന്റെ ഗ്രാഫിന്റെ ഫസ്റ്റ് സൈഡ് ഉണ്ടോ, അതായത് ഒരു യൂസർ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, LLM എന്ത് ചെയ്യുന്നു കേട്ടോ ഈ പാർട്ട്. ഒരു യൂസർ പ്രോംപ്റ്റ് ചെയ്യുന്നു, LLM എന്ത് ചെയ്യും, നെക്സ്റ്റ് ടോക്കൺ പ്രെഡിക്റ്റ് ചെയ്യുന്നു. അപ്പൊ നെക്സ്റ്റ് ടോക്കൺ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി ML മോഡലാണ്. ഭയങ്കര റെവല്യൂഷണറി അല്ലേ കുറച്ച് നാളായിട്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ChatGPT ഒക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത്? കാണുന്നുണ്ടോ ChatGPT എന്തൊക്കെയാണ് നടക്കണെന്നൊക്കെ? ഇതാണ് ChatGPTയുടെ ഒരു ബേസിക് സംഭവം. ഇത് ആദ്യമായിട്ട് മോഡലും ഇതിന്റെ ഒരു ആർക്കിടെക്ചർ കൊണ്ടുവന്നത് ഗൂഗിൾ ആണ്. എല്ലാരും കേട്ടിട്ടുണ്ടാവും മോസ്റ്റ്ലി. മറ്റേ എന്തിന്റെ പേരിന്റായിരുന്നു, അറ്റൻഷൻ ഈസ് ഓൾ യു നീഡ് എന്നുള്ള പേപ്പർ വഴി ഫേമസ് ആയതാണ് ഈ ബേർഡ് മോഡൽ ഗൂഗിളിന്റെ. അതിനെ അടിപൊളിയായിട്ട് കൊണ്ടുവന്ന ട്രാൻസ്ഫോർ മോഡലിനെ ഒരു നല്ലൊരു ഫുള്ളി എംബ്രേസ് ചെയ്തൊരു കമ്പനിയാണ് OpenAI. അങ്ങനെയാണ് അവർ ChatGPT റിലീസ് ചെയ്യുന്നതും ഇങ്ങനത്തെ അല്ലേ നമ്മുടെ തന്നെ ജോലി തെറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. സെറ്റല്ലേ? ഇതൊരു സംഭവം ക്ലാരിറ്റി അല്ലേ? എല്ലാവരും ChatGPT ഉപയോഗിക്കുന്നതാണോ? ഓക്കെ. ChatGPT നിങ്ങൾ ഡയറക്റ്റ് വെബ് വഴിയല്ലേ യൂസ് ചെയ്യുന്നത്? അപ്പൊ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? ഭയങ്കര സിമ്പിൾ ആണ്. നെക്സ്റ്റ് ടോക്കൺ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് ട്രാൻസ്ഫോർ മോഡൽ. ബേർട്ട് എന്നുള്ള മോഡൽ മാസ്ക് ചെയ്ത വേർഡ്സ് കണ്ടുപിടിക്കുന്നതായിരുന്നു. അതിൽ നിന്ന് മാറി നെക്സ്റ്റ് ടോക്കൺ പ്രെഡിക്റ്റ് ചെയ്യുന്ന. അപ്പൊ അതിന്റെ ഒരു കുറച്ച് ഇമേജസ് ഉണ്ട് കാണിക്കാം. കാണാം. അപ്പൊ ബേർട്ട് എന്ന് പറയുന്നത് സെന്റൻസിൽ ഇടക്കുണ്ടായിരുന്ന ഒരു വേർഡിന്റെ അർത്ഥം മനസ്സിലാക്കി അത് പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നെക്സ്റ്റ് ടോക്കൺ ഇല്ല എന്തെങ്കിലും ഒരു ടോക്കൺ ജനറേറ്റ് ചെയ്യുക, അതാണ് അതിന്റെ ബേർട്ടിന്റെ ഒരു ഇനീഷ്യൽ അർത്ഥം. പക്ഷെ ChatGPT എന്ത് ചെയ്യുന്നറിയാം, ആ ഇടയ്ക്കുള്ള മാസ്ക് ചെയ്ത എലമെന്റിനെ കണ്ടുപിടിക്കുന്നവര് നെക്സ്റ്റ് ടോക്കൺ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്തപ്പോൾ ആണ് ഈ മോഡൽ അത്ര റെവല്യൂഷണറി ആയത്. ഇതാണ് നമ്മൾ പറഞ്ഞു വന്ന കാര്യം. വേറെ ഇമേജസ് ഉണ്ടെന്ന് തോന്നുന്നു. എംബഡിങ് എന്താന്നൊക്കെ അറിയാം, അതൊക്കെ പറഞ്ഞു പോകാം. ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഒക്കെ ഇറങ്ങുവാണ്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ യൂസർ എന്ത് ചെയ്യുന്നു, ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, എല്ലാവരും അതിനെ പ്രിഡിക്ട് ചെയ്യുന്നു. അതാണ് ബേസിക് ML നടക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെ എപ്പോഴും ടെക്സ്റ്റ് മാത്രം മതി. പക്ഷെ ChatGPT ടൈപ്പ് ചെയ്ത് ബോർ അടിക്കുകയല്ലേ ചില സമയത്ത് നമുക്ക് തോന്നിയല്ലേ, എന്തുകൊണ്ട് നമുക്കൊരു ഇതിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ സ്വയം ആക്ഷൻസ് എടുക്കാനുള്ള കഴിവുണ്ടായിരുന്നു നമ്മൾ ആഗ്രഹിക്കല്ലേ. അത് തന്നെയാണ് ജെയ്സൺ എന്ന കോൺസെപ്റ്റിലൂടെ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. സംഭവം എന്ന് വെച്ചാല് ജെയ്സൺ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ടെക്സ്റ്റ് ഫയലാണ്. LLM ജനറേറ്റ് ചെയ്യുന്നതും ടെക്സ്റ്റ് ആണ്. അപ്പൊ എന്തുകൊണ്ട് നീ എന്ത് സംസാരിക്കുന്നതിന് പകരം ജെയ്സൺ റൈറ്റ് ചെയ്യുവാണെങ്കിൽ അതിനൊക്കെ പാർസ് ചെയ്യാൻ പറ്റും. പാർസ് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ ആ ജെയ്സണിനെ എക്സ്ട്രാക്ട് ചെയ്യും. ജെയ്സൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇപ്പൊ പൈത്തൺ യൂസ് ചെയ്യുന്നവർക്കാണ് ഡിക്സ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ ഡിക്ഷണറി ആണ് ഈ ബേസിക്കലി ജെയ്സൺ എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് അറിയാം. അവിടെ നിന്ന് ഒരു ഡേറ്റ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫയലാണ്. അപ്പൊ അത് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം അല്ലെ. പാർസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതിലെ ഡേറ്റ വെച്ചിട്ട് നമുക്ക് തന്നെ പ്രോഗ്രാമിംഗ് വേൾഡിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങൾ റൺ ചെയ്യാനും റൺ ടൈമിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത്ര നമുക്ക് റൺ ടൈമിൽ ഒരു വാല്യൂസ് എക്സ്ട്രാക്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യാം, LLM എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ട് മോഡൽ എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ട പാരാമീറ്റേഴ്സിനെ എടുത്തു തരാനുള്ള ഒരു ഓപ്ഷൻ വന്നപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എന്താ പറയുക, ഇന്ന യൂസറിന്റെ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ജെയ്സൺ റൈറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആ റൈറ്റ് ചെയ്തത് പാസ് ചെയ്ത് നമുക്ക് ഇന്ന കാര്യങ്ങൾ റൺ ചെയ്യിക്കാൻ പറ്റത്തില്ലേ? പറ്റൂല്ലോ. പ്രോഗ്രാം അറിയാറില്ലേ, നമുക്ക് പാരാമീറ്റേഴ്സ് നമ്മൾ പാസ് ചെയ്താണ് കോഡ് എഴുതുന്നത്. പക്ഷെ ഇവിടുത്തെ കേസിൽ CPU അല്ലെങ്കിൽ GPU മോഡൽ റൺ ചെയ്യുന്ന മോഡൽ എന്ത് ചെയ്യും, ഈ പാരാമീറ്റേഴ്സ് എടുത്തു തരും യൂസറിന്. ഇങ്ങനെ കാര്യങ്ങൾ യൂസർ സാധാരണ ഒരു ചാറ്റ് ബോട്ട് ഒക്കെ ആണെങ്കിൽ ചാറ്റ് ബോട്ടിൽ യൂസറിന്റെ ഡേറ്റ പറഞ്ഞു കൊടുത്താൽ LLM അതിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ഫംഗ്ഷൻസ് ആണോ റൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് പാസ് കൊടുക്കാൻ പറ്റും.
ബട്ട് ഇതിനു മുമ്പ് ഈ LLMs ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, മാനുവലി നെയിം, ഏജ്, ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇൻപുട്ട് ബോക്സ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഈ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതായത് അങ്ങനെ പ്രശ്നമില്ല, നമുക്ക് ചുമ്മാ സംസാരിച്ച് LLM അതനുസരിച്ച് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് വന്നതാണ് ഇത്ര റെവല്യൂഷണറി ആവാൻ കാരണം. ഇത്ര നാൾ ആദ്യമൊക്കെ ജെയ്സൺ മാനുവലി റൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കോഡ് ബ്ലോക്ക് മാർക്ക് ഡൗൺ ഫോർമാറ്റിലേക്ക് ജെയ്സൺ റൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്നായിരുന്നു ഇത്ര നാൾ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. LLM ഇങ്ങനത്തെ ഒരു സാധനം എഴുതി തരും, നമ്മൾ എന്ത് ചെയ്യും, ഈ മുകളിലത്തെ ജെയ്സൺ എന്നുള്ള എടുത്ത് കളഞ്ഞിട്ട് ആ ഡേറ്റ എന്നുള്ള വേരിയബിൾ മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ആണോ? അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡേറ്റ എടുത്ത് എന്ത് ചെയ്യാം, ബാക്കി റൺ ടൈമിൽ റൺ ചെയ്യാം. ഇനി കുറച്ചുകൂടെ ടൂൾ കോളിംഗ് ആണ് പറയുന്നത്, അല്ല ജെയ്സൺ ജനറേഷൻ ആണ് ബേസിക്കലി പറഞ്ഞത്. നമ്മൾ പിന്നെ ടൂൾ കോളിംഗിലേക്ക് വഴി വരുവാണ്. ടൂൾ കോളിംഗ് സംഭവിച്ചെന്താ വെച്ചാല്, ഇത്ര നാളും നമ്മൾ ജെയ്സൺ എഴുതണം എന്നാണ് പറഞ്ഞത്. ഇനി ജെയ്സൺ എഴുതണമെന്ന് പറയണ്ട, ഓൾമോസ്റ്റ് എല്ലാ മോഡലിനെയും ഫൈൻ ട്യൂൺ ചെയ്തിട്ട് ടൂൾ കോളിംഗ് അങ്ങനത്തെ കാര്യത്തിൽ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ, നമുക്ക് ആവശ്യമുള്ള ടൂൾസ് അവൈലബിൾ ആണ്, ഇതാണെന്ന് പറഞ്ഞ് ജെയ്സൺ സ്കീമ ഫോർമാറ്റിൽ അയച്ചു കൊടുക്കുക. എന്നിട്ട് കോൾ, ഗെറ്റ് വെദർ എന്നുള്ള കാര്യം, അങ്ങനത്തെ എന്തെങ്കിലും ടൂൾസ് വിളിക്കാൻ യൂസറിന്റെ പ്രോംപ്റ്റ് കൊടുക്കുക. LLM എന്ത് ചെയ്യും, ടൂൾ കോളിംഗ് ആദ്യം അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് മാത്രമേ തരുള്ളായിരുന്നു. ഇനി പുതിയൊരു വേരിയബിളോടെ വന്നു ടൂൾസ്, ഏതൊക്കെ ടൂൾസ് കോൾ ചെയ്യണം, ഏതൊക്കെ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം ഓൾറെഡി LLM എടുത്തു തരും. ജെയ്സൺ ജനറേറ്റ് ചെയ്യും. ആ ജെയ്സൺ പാർസിംഗ് എല്ലാം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, സെർവർ സൈഡ് ആ LLM ഇൻഫറൻസ് ചെയ്യുന്ന ആ പ്രൊവൈഡർ തന്നെ ഇതെല്ലാം ചെയ്തു തരും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓൾറെഡി ഡേറ്റ എല്ലാം റൺ ചെയ്താൽ മാത്രം മതി. അതാണ് കുറച്ചുകൂടെ ഫൈൻ ട്യൂൺ ചെയ്ത്. ഇവിടെ വെച്ചാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഇത്ര അടിപൊളിയാണെന്ന് പറയുന്നത്. കാരണം നല്ല പ്രോംപ്റ്റ് കൊടുക്കുന്നതനുസരിച്ച് മോഡൽസ് എന്ത് ചെയ്യും, നല്ല രീതിയിൽ ടൂൾസ് കോൾ ചെയ്യുന്ന തുടങ്ങും, അതിന് വേണ്ട പാരാമീറ്റേഴ്സ് നൽകും, ഗോഡറൈസ് ചെയ്യും. അതുപോലെ തന്നെ എന്താ പറയാ, കൂടുതൽ ഫീച്ചേഴ്സ് അത്ര അടിപൊളിയായിട്ട് മോഡൽസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നല്ല നല്ല പ്രോംപ്റ്റ് വേണം. അതുകൊണ്ടാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സത്യം പറയാലോ, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഫേക്ക് ഫീൽഡാണ്. ആരെങ്കിലും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ വിശ്വസിക്കരുത്. എന്താണെന്ന് വെച്ചാൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ബേസിക്കലി ടെക്സ്റ്റ് കൊടുക്കുന്നതാണ്. അത് എഞ്ചിനീയറിംഗ് എന്നുള്ള വേർഡ് ആയിട്ട് യാതൊരു വിധത്തിൽ അസോസിയേറ്റ് ചെയ്യില്ല. പിന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഫേക്ക് ഫീൽഡാണ്. കാരണം അതൊരു റിയൽ അല്ല, അത് ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ കമ്പ്യൂട്ടർ സയൻസ് ഭയങ്കര പോപ്പുലർ ആണ്. അപ്പം കമ്പ്യൂട്ടർ സയൻസ് ഒരിക്കലും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഒരിക്കലും വിളിക്കരുത്, സയൻസ് എന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ. അപ്പൊ അതിന്റെ ഫീൽഡിന്റെ മുകളിൽ ബിൽഡ് ചെയ്തേക്കുന്നതാണ് ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. അപ്പം എഞ്ചിനീയറിംഗ് എന്നുള്ള വേർഡുമായിട്ട് ഒരിക്കലും റിയൽ എഞ്ചിനീയറിംഗ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യരുത്. ക്ലിക്കായോ? ഇതിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സ് ഉണ്ടോ ഇവിടെ? പിന്നെ ക്യാൻസൽ ചെയ്യാം നിങ്ങള്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടെ കമ്മ്യൂണിറ്റി ടൂൾസ്. ഇപ്പം ഇത്ര ഒന്ന് എന്താ പറഞ്ഞ കണ്ടില്ല, മെസ്സേജ് കണ്ടില്ല. അല്ല, ഞാൻ അവസാനം മെസ്സേജ് ചെയ്യാം, ഇപ്പം ടൈമില്ല അല്ലെ. ഇനി ആദ്യം നമ്മൾ തന്നെ ടൂൾസ് എല്ലാം എഴുതണം, ടൂൾസ് എല്ലാം റൈറ്റ് ചെയ്യണം. നമ്മൾ തന്നെ ടൂൾസിന്റെ ഡെഫിനിഷൻ എഴുതണം, അതിന്റെ വേണ്ട പാരാമീറ്റേഴ്സിനെ കുറിച്ച് എല്ലാം നമ്മൾ തന്നെ ആയിരുന്നു ആദ്യം എഴുതിക്കൊണ്ടിരുന്നത്. ജേസൺ സ്കീമ നമ്മൾ തന്നെ എഴുതി പാസ് ചെയ്തോണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തു, നല്ല നല്ല കമ്മ്യൂണിറ്റി പാക്കേജസുകൾ വരാൻ തുടങ്ങി. എനിക്ക് തന്നെ ഏറ്റവും പോപ്പുലർ ലാങ്ചെയിൻ ആണ്. നിങ്ങൾ ലാങ്ചെയിൻ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടോ? ലാങ്ചെയിൻ യൂസ് ചെയ്ത തംസപ്പ്, കേട്ടിട്ടുള്ളവരും തംസപ്പ് ഞാൻ കേട്ടിട്ടുണ്ടാവും, കാരണം അത്ര പോപ്പുലർ ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന AISDK എന്ന് പറഞ്ഞ വേർസലിന്റെ ഒരു പാക്കേജ് ആണ്. അതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി. ലാങ്ചെയിൻ ഒക്കെ ഭയങ്കര പാടാണ്. പൈത്തണിന്റെ കേസ്, പൈത്തൺ ഡെവലപ്പേഴ്സിന് ഈസിയാണ്, ബട്ട് കസ്റ്റമൈസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ലാങ്ചെയിൻ അത് ഉപയോഗിക്കാറില്ല. ഞാൻ വേർസലിന്റെ AISDK ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ടൂൾസ് എല്ലാം ഡിഫൈൻ ചെയ്യാൻ പറ്റും. ടൂൾസ് എല്ലാം ഡിഫൈൻ ചെയ്യാൻ, ടൂൾസിന്റെ പാരാമീറ്റേഴ്സ്, ടൂളിന്റെ നെയിം, കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ LLM ജസ്റ്റ് കോൾ ചെയ്യാൻ പറ്റും. ആ കോൾ ചെയ്യുന്നത് നമുക്ക് കോൾ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ടൂൾസിനെ എക്സ്ട്രാക്ട് ചെയ്ത് ഓൾറെഡി എല്ലാം റെഡി ആയിട്ട് തരും ഇങ്ങനത്തെ കമ്മ്യൂണിറ്റി പാക്കേജസ്. അതിനുള്ളിൽ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് ടൂൾസും അവൈലബിൾ ആണ്. ഫയൽ റീഡ് ചെയ്യുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ വെബ് വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇൻബിൽഡ് ടൂൾസ് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വന്നൊരു റെവല്യൂഷണറി സാധനമാണ് എനിക്ക് തന്നെ ടൂൾ കൂളിംഗ് അല്ലെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഇത്ര പോപ്പുലർ ആക്കിയ ഒരു സംഭവമാണ് MCP. കേട്ടിട്ടുണ്ടോ MCP എന്താന്ന്? ഭയങ്കര ട്രെൻഡായിരുന്നു കുറച്ച് നാളത്തേക്ക്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരാ ബിൽഡ് ചെയ്യുന്ന അറിയാമോ MCP? ആന്ത്രോപിക് എന്ന് പറയുന്ന കമ്പനിയാണ്. ആന്ത്രോപിക് ChatGPT അല്ലെങ്കിൽ OpenAI പോലത്തെ കമ്പനിയാണ്. അവർ കുറച്ചുകൂടെ യൂസർ എൻഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്നിട്ടാണ് മോഡൽസ് എല്ലാം ബെറ്റർ ആക്കിയത്. അപ്പൊ ആന്ത്രോപിക്കിന്റെ വൺ ഓഫ് ദ പ്രൊഡക്റ്റ് ആണ് MCP എന്ന് പറയുന്ന പ്രോട്ടോകോൾ. ഈ പ്രോട്ടോകോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ടൂൾസിനെ ഒരു സെപ്പറേറ്റ് സെർവർ സെറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അതിൽ ടൂൾസിനെ ഡിഫൈൻ ചെയ്യാം, ടൂൾസിന് വേണ്ട കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതൊരു ഇൻഡിപെൻഡന്റ്
പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു സെർവർ, ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു എന്താ പറയാ ഒരു സ്റ്റേറ്റ് പോലെ നിന്നോളൂ. നമുക്ക് LLM-ആയിട്ട് അധികം ആ LLM കോൾ ചെയ്യുന്ന അതേ ഫയലിൽ തന്നെ നമുക്ക് ഇങ്ങനെ കാര്യം ഡിഫൈൻ ചെയ്യണ്ട. നമുക്ക് മറ്റു സെർവറായിട്ട് സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ ടൂൾസിലേക്കുള്ള ആക്സസ് മാത്രം LLM-ന് കൊടുത്താൽ മതി. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉദാഹരണമല്ല, നമുക്ക് കാര്യങ്ങൾ കിടക്കാം. അപ്പം 1-to-1 കണക്ഷൻ ആണ് MCP ചെയ്യുന്നത്. പിന്നെന്താ, സ്റ്റേറ്റ്ഫുൾ സെർവറാണ്, ഭയങ്കരമായിട്ട് വൈഡ്ലി അഡോപ്റ്റഡ് ആണ്. ഇനി ഏത് ലാംഗ്വേജിന്, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് വേണേലും MCP സെർവറിലേക്ക് വിളിക്കാം. അതൊരു സെർവർ, അത് ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ഐസൊലേറ്റഡ് ആയിട്ടൊരു സെർവർ നമുക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിന് നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ MCPയിലുള്ള ടൂൾസിനെ കോൾ ചെയ്ത് റൺ ടൈമിൽ കോൾ ചെയ്ത് നമുക്ക് ആവശ്യമുള്ളപ്പം റൺ ചെയ്യാം. റൺ ചെയ്യുന്ന സെർവർ തന്നെ ആയിരിക്കും, LLM ജസ്റ്റ് കോൾ ചെയ്തേ. അപ്പൊ LLM ഹാൻഡിൽ ചെയ്യുന്ന സെപ്പറേറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, പൈത്തൺ എഴുതാം, ടൈപ്പ്സ്ക്രിപ്റ്റിൽ എഴുതാം. MCPനെ എന്നിട്ട് അത് MCPന്റെ ആ ഒരു കറസ്പോണ്ടിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടാവും, അതിനെ കോൾ ചെയ്ത് നമുക്ക് കണക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. മറ്റേത് ഇപ്പൊ നിങ്ങൾ ടൈപ്പ് സ്ക്രിപ്റ്റ് ഒരു ഏജന്റിനെ അല്ലെങ്കിൽ ഒരു ടൂൾ കോളിംഗ് LLM-നെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മറ്റൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അത് എല്ലാ ടൂൾസും റീറൈറ്റ് ചെയ്യണം. ഇവിടുത്തെ കേസിൽ LLM മാത്രം കോൾ ചെയ്യുന്ന ഏത് ലാംഗ്വേജ് വിളിച്ചാൽ മതി. MCP സെർവർ യൂണിവേഴ്സൽ ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ എളുപ്പമുണ്ട്, കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. MCP സെർവർ ഉണ്ടാവും, അത് ഒരു ഇന്ന പോർട്ടിൽ MCP എന്നുള്ളൊരു പാത്തിൽ നമുക്ക് വേണ്ട ടൂൾസിലെ എല്ലാ ഡെഫിനിഷനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വരും. എന്നിട്ട് LLM-ൽ കോൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ, കോൾ ദ വെദർ എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള ടൂൾസിനെ പാസ് ചെയ്താൽ മതി. ഇത് എക്സാമ്പിൾ കാണണം, കോഡ് കാണണം ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? നിങ്ങൾ പ്രോഗ്രാമേഴ്സ് ആണെന്ന് എക്സ്പെക്ട് ചെയ്തോണ്ടോ ഞാൻ ജസ്റ്റ് ആർക്കിടെക്ചർ മാത്രം പറയുന്നത്. പ്രോഗ്രാമിംഗ് അറിയാവോ? പൈത്തൺ, ടൈപ്പ്സ്ക്രിപ്റ്റ് ഒക്കെ അറിയില്ലേ? ഒന്നും അറിയില്ലേ? അയ്യോ, പഠിക്കണ്ടേ? പൈത്തണൊക്കെ അറിയണ്ടേ? പൈത്തൺ, ടൈപ്പ്സ്ക്രിപ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ലാംഗ്വേജ്. ടൈപ്പ്സ്ക്രിപ്റ്റ് നോക്കണ്ടേ? ഞാൻ ടൈപ്പ്സ്ക്രിപ്റ്റ് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പൈത്തൺ ആണ് വൈഡ്ലി അഡോപ്റ്റഡ്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്താൽ മതി. പക്ഷെ എനിക്കിഷ്ടം, കാരണം ഇപ്പൊ വെബിലൊക്കെ അല്ല മൊബൈൽ ആപ്പൊക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ടൈപ്പ്സ്ക്രിപ്റ്റ് എളുപ്പമാണെന്ന് തോന്നി. അപ്പൊ അത് വെച്ചിട്ടാണെങ്കിൽ പോലും ആപ്പൊക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് LLMs ഒക്കെ ബിൽഡ് ചെയ്യുന്ന എളുപ്പമുണ്ട് എന്റെ കേസ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ അത് പ്രൊമോട്ട് ചെയ്തത്, ASDK പ്രൊമോട്ട് ചെയ്തത്. പൈത്തൺ ഫൈൻ ലാംഗ്വേജ് ആണ്, പോപ്പുലർ ലാംഗ്വേജ് ഉപയോഗിക്കാം. എന്നിട്ട് ടൂള് കോൾ ചെയ്ത് ഇത്രയും പാർട്ട് നിങ്ങൾക്കൊരു എന്ത് ചെയ്യാം, നിങ്ങളുടെ ഏതെങ്കിലും പൈത്തണിൽ റൺ ചെയ്യാം. എന്നിട്ട് ബാക്കി ടൂളിനെ കോൾ ചെയ്യുന്നതും ടൂളിനെ ഹാൻഡിൽ ചെയ്യുന്നതെല്ലാം ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ സെർവർ ഇട്ടിരുന്നോളൂ. ജാവാസ്ക്രിപ്റ്റ് വിട്ടു ഞാൻ പറയുന്നുണ്ട്. ജാവാസ്ക്രിപ്റ്റിന്റെ ബെറ്റർ വേർഷൻ ആണ് ടൈപ്പ്സ്ക്രിപ്റ്റ്. അതായത് എങ്ങനെ പറയാം, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര റൺ ടൈമിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ലാംഗ്വേജ് ആണ്. അപ്പൊ അതിന് ആളുകൾക്ക് ടൈപ്പ്, അതിപ്പോ സിയിലൊക്കെ ആണ് ടൈപ്പ് അസൈൻ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും സ്ട്രിങ് കൊടുക്കുന്നിടത്ത് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എറർ വരും. അപ്പൊ അതൊന്നും ജാവാസ്ക്രിപ്റ്റ് ഇല്ല. ജാവാസ്ക്രിപ്റ്റ് എന്ത് ടൈപ്പ് സാധനം അക്സെപ്റ്റ് ചെയ്യും, എന്ത് വേണമെങ്കിലും. അപ്പം കുറെ ബഗ്ഗുകൾ വരാൻ സാധ്യതയുണ്ട്. അത് സ്ട്രിക്റ്റ് ആക്കി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ടൈപ്പ് സ്ക്രിപ്റ്റ് ബിൽഡ് ചെയ്തത്. മൈക്രോസോഫ്റ്റ് ബിൽഡ് ചെയ്തതാണ്. ഞാൻ പറയാൻ പറ്റുമോ? ഞാൻ ഓർത്ത് നിങ്ങൾ ടൈപ്പ് സ്ക്രിപ്റ്റ് ജാവാസ്ക്രിപ്റ്റ് കേട്ടിട്ടുണ്ടാവും വിചാരിച്ചു. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇങ്ങനെ? ഇനി ഏജന്റ് ഉണ്ട്. ഇതിപ്പോ ആർക്കിടെക്ചർ ഞാൻ കാണിക്കാം, എന്നിട്ട് കോഡ് കാണിക്കാവേ. ഇതിപ്പോ ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു യൂസർ സംസാരിച്ചു, അതിനൊപ്പം ടൂൾ പാസ് ചെയ്തു. ടൂളും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് LLM-ന് പാസ് ചെയ്യുന്നു. LLM എന്ത് ചെയ്യുന്നു, എന്താ ചെയ്യേണ്ടത്, എന്താ സംസാരിക്കേണ്ടതെന്ന് റെസ്പോണ്ട് തിരിച്ചു തരുമല്ലോ. അതിൽ നമ്മൾ അതിൽ നിന്നുള്ള ഡാറ്റ പാർസ് ചെയ്ത് നമ്മൾ റൺ ചെയ്യുന്നു. ഈ ഒരു സൈക്കിളിൽ നമ്മൾ കുറെ ലൂപ്പിലിട്ട് കറക്കി എങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ കുറെ നേരം റൺ ചെയ്തുകൊണ്ടിരിക്കാം. ഇവിടുത്തെ കേസിലാണെങ്കിൽ കോൾ വെദർ എന്നുള്ള യൂസർ പ്രോംപ്റ്റിന്റെ ഒപ്പം നമുക്ക് ആവശ്യമുള്ള ടൂൾസ് എല്ലാം LLM-ന് പാസ് ചെയ്യുന്നു. എന്നിട്ട് എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ഇതിനു മുമ്പ് സംസാരിച്ചുകൊണ്ട് ഹിസ്റ്ററിയും കൂടെ പാസ് ചെയ്തിട്ട് ടൂൾസ് കൊടുത്ത് നമ്മൾ LLM-ന് ടൂൾസ് ജനറേറ്റ് ചെയ്യാൻ ഒരു അവസരം കൊടുക്കും. എന്നിട്ട് ആ ടൂൾസിന്റെ നെയിം, പാരാമീറ്റേഴ്സ് എല്ലാം എടുത്ത് നമ്മൾ തന്നെ റൺ ചെയ്യുന്നു. റൺ ചെയ്തിന്റെ ഔട്ട്പുട്ട് എടുത്ത് ഹിസ്റ്ററിയിൽ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ LLM-ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, സ്ട്രിങ് ആയിട്ട് തന്നെ തിരിച്ച് ഒരു ലൂപ്പ് പോലെ നമുക്ക് ഒരു ടൂൾ റൺ ചെയ്യാം, അതിന്റെ റിട്ടേൺ എടുത്തിട്ട് പിന്നെയും അടുത്ത ടൂൾസ് റൺ ചെയ്യാം, പിന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ നമുക്കൊരു മനുഷ്യൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ടാസ്ക് ചെയ്യാൻ പറ്റും. അതാണ് ഏജന്റിക് AI അല്ലെങ്കിൽ ഏജന്റിക് LLMs എല്ലാം ബിൽഡ് ചെയ്യുന്നതിന് ഇത്ര പോപ്പുലർ ആവുന്നതിന് റീസൺ അതാണ്. ഒരു ലൂപ്പിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ തവണ ഇൻഫറൻസ് പോയിക്കൊണ്ടിരിക്കും, കുറെ ടൂൾസ് റൺ ചെയ്യും, എന്നിട്ട് അവസാനം എന്ത് ചെയ്യും, ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിസൾട്ട് എത്തിയെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും, LLM എന്ത് ചെയ്യും, അവസാനം വെദർ ഈസ് 3 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് ഒരു റിട്ടേൺ തരും. നമുക്ക് അത് എന്ത് ചെയ്യാം,
ഡയറക്റ്റ് യൂസറിന്റെ ഇപ്പൊ ചാറ്റ് ബോട്ടാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നതെങ്കിൽ ആ ചാറ്റിന്റെ അറ്റത്തോട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഉള്ളത് ഗൂഗിൾ കൊണ്ടുവന്ന ഒരു പ്രോട്ടോകോളാണ് MCP. ആന്ത്രോപ്പി കൊണ്ടുവന്നു, ഇത് ഗൂഗിൾ ആണ് ബിൽഡ് ചെയ്തത്. ഇതൊരു കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്, ബട്ട് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചേക്കാം. A2A പ്രോട്ടോകോൾ എന്ന് പറയും, ഗൂഗിൾ ആണ് ബിൽഡ് ചെയ്തത്. പ്രോട്ടോകോൾ ഇതൊന്നും നോക്കണ്ട, അതൊക്കെ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് വെച്ചാൽ മതി. സ്ട്രീമിംഗ് ഉണ്ട്, സ്റ്റേറ്റ് സെർവർ ഉണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാല് നിങ്ങളുടെ LLM നിങ്ങൾക്കൊരു ക്ലയന്റ് ഉണ്ട്, നിങ്ങൾ ആ ക്ലയന്റിലേക്ക് എന്ത് ചെയ്യുന്നു, ഗെറ്റ് വെദർ എന്നുള്ള ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. A2A ക്ലയന്റ് എന്ത് ചെയ്യുന്നു, LLM കോൾ ചെയ്തിട്ട് ഈ വെദർ കണ്ടുപിടിക്കുന്ന ഒരു സെർവർ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സെർവറിനെ കണ്ടുപിടിച്ച് അവങ്ങോട്ട് ചോദിക്കും, എനിക്ക് കൊച്ചിയിലെ വെദർ വേണമെന്ന്. ഏജന്റ് തന്നെ ഈ ഏജന്റ് തന്നെ മറ്റേ ഏജന്റിന്റെ അടുത്ത് സംസാരിക്കും. അപ്പൊ ഇത് A2A സെർവറും ഉണ്ട്, A2A ക്ലയന്റും ഉണ്ട്. A2A സെർവർ എന്ത് ചെയ്യും, ഇപ്പൊ ലക്ഷ്യം നിങ്ങളുടെ ഒരു API ഉണ്ട്, വെദർ കണ്ടുപിടിക്കുന്ന API നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതെന്ത് എനിക്ക് A2A സെർവറായിട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏജൻസിന് ഈ ഏജൻസിനെ ഡിസ്കവർ ചെയ്യാൻ പറ്റും. നെറ്റ്വർക്ക് ഓഫ് ഏജൻസി അങ്ങനെയും പറയാം. അപ്പൊ ഈ ഏജന്റിന്റെ ഒരു വെൽ നോൺ ഏജന്റ് കാർഡ് എന്ന് പറഞ്ഞാൽ പബ്ലിഷ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാം, ബാക്കിയുള്ള LLMസിന് സെർച്ച് ചെയ്യാം. സെർച്ച് മീൻസ് ഗൂഗിൾ സെർച്ച് ചെയ്യണം എന്നല്ല ഉദ്ദേശം, നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു ഡയറക്ടറി ഉണ്ടെങ്കിൽ ആ ഡയറക്ടറിലൂടെ സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മൾ എന്താണോ റൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റേ ഏജന്റ് MCP അങ്ങനത്തെ നമ്മളെ കണക്ട് ചെയ്തിട്ടുള്ള സെർവറിനെ കോൺടാക്ട് ചെയ്ത് എന്ത് ചെയ്യാം, LLM ചോദിക്കണം ഐ വാണ്ട് വെദർ അറ്റ് കൊച്ചി. എന്നിട്ട് ഈ ഏജന്റ് ആണ് ഇതിനുള്ള ആൻസർ ചെയ്യുന്നത്. അപ്പൊ ആ ഏജന്റ് ഇവിടെ ആയിരിക്കും ഈ വെദർ കണ്ടുപിടിക്കുന്ന APIs എല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതെന്ത് ചെയ്യും, ഈ ക്ലയന്റ് കോൾ ചെയ്ത് ഡേറ്റ എടുത്ത് അടുത്ത് എന്ത് ചെയ്യും, ടെക്സ്റ്റ് ആയിട്ട് തന്നെ പാസ് ചെയ്യും. ഇവർ തമ്മിൽ ടെക്സ്റ്റുകളാണ്, സാധാ സ്ട്രിംഗ് വാല്യൂസ് ആണ് തമ്മിൽ സംസാരിക്കുന്നത്. മറ്റേത് MCPയുടെ കേസിൽ ജസ്റ്റ് ജെയ്സൺ വാല്യൂസ് ആണ്. അങ്ങോട്ട് ജെയ്സൺ പോകും, ഇങ്ങോട്ട് ജെയ്സൺ തിരിച്ചു. അപ്പൊ ആദ്യം അങ്ങോട്ട് പാരാമീറ്റേഴ്സ് പോകും, തിരിച്ചെന്ത് ചെയ്യും, റെസ്പോൺസ് ആയിരുന്നു നോക്കൊണ്ടിരുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ LLM ആ റെസ്പോൺസിന് എന്ത് ചെയ്യുന്നു, ഒരു ടെക്സ്റ്റ് ആയിട്ട് തന്നെ തിരിച്ച് പാസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കുറച്ചുകൂടി എടുക്കണം. നമുക്ക് സ്വന്തമായിട്ട് ടൂൾസിനെ ഡിപെൻഡ് ചെയ്യേണ്ട, എല്ലാവർക്കും ഈ ടൂൾസിനെ ബിൽഡ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യാം. ആർക്ക് വേണേലും വന്ന് അതിനോട് സംസാരിച്ച് റെസ്പോൺസ് എടുക്കാം. ശരിയല്ലേ? ക്ലിക്കായോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് പറയണേ. മെസ്സേജ് കാണാൻ പാടുന്നു. എന്തൊക്കെയോ ഡൗട്ട്സ്. ടോക്കൺ എന്താണ്? ഞാൻ പറയാൻ വിട്ടു. ടോക്കൺസ് എന്ന് പറഞ്ഞാല് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്കറിയാവുന്ന വേർഡ്സ് അല്ല, ഇംഗ്ലീഷ് വേർഡ്സ് അല്ല യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് കമ്പൈൽ ചെയ്ത് വരുമ്പോൾ എന്താ, ബൈനറി ആയിട്ടാണ് കമ്പ്യൂട്ടർ കാണുന്നത്. കമ്പ്യൂട്ടറിന് ബൈനറി അല്ലെങ്കിൽ ബൈറ്റ്സ് ഒക്കെയാണ് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ നമ്മുടെ വേർഡ്സിനെ ടോക്കൺസ് എന്നുള്ള രീതിയിൽ കുറെ നമ്പേഴ്സ് ആണ്. ഇതിന് ഇമേജസ് ഉണ്ടോ നോക്കട്ടെ. ടൈം പോകുന്നുണ്ടോ? കുഴപ്പമില്ല. ടോക്കൺസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു എങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് മനുഷ്യരോട് സംസാരിക്കുന്നത് ആ വേർഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടോക്കൺ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. കണ്ടോ, ഒരു ടോക്കൺ എടുത്തിട്ട് പലതായിട്ട് മുറിക്കും. ഒരു വലിയ വേർഡിനെ എടുത്ത് പലതായിട്ട് മുറിച്ചിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ബൈറ്റ് വാല്യൂസ് അല്ലെങ്കിൽ 1001 എന്നൊക്കെ പറഞ്ഞ ഒരു വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്യും. കാരണം LLM ഒരിക്കലും നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് അതിനെ അറിയത്തില്ല. ഒരു കമ്പ്യൂട്ടർ അല്ലേ. അപ്പൊ കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യാം, നമ്പറുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് ടോക്കണൈസേഷൻ എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ടോക്കൺ എന്ന് വിളിക്കുന്നത്. ഓരോ വാല്യൂസിനെയാണ് ടോക്കൺ എന്ന് വിളിക്കുന്നത്. അതിന്റെ ഒരു നോക്കട്ടെ. ഇല്ല, എന്റെ അതിന്റെ ഇമേജസ് ഒന്നും ഇല്ല. കുഴപ്പമില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ക്വസ്റ്റൻ എന്തായിരുന്നു? ടൈപ്പ്സ്ക്രിപ്റ്റ് അറിയില്ല. ഓക്കെ. മനസ്സിലായില്ല. ക്യാൻ എക്സ്പ്ലെയിൻ റിയൽ സമ്മറി ഓഫ് ദീസ് ഫേസസ് ആഫ്റ്റർ എക്സ്പ്ലെയിനിങ് ഓൺ സമ്മറി തരാം. തെറ്റിയാം. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലോ?
ഇതാണ് API പ്രോട്ടോകോൾ. ഇനി നിങ്ങൾ ശരിക്കും പഠിച്ചിരിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കേട്ടു, കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗ് കേട്ടു. കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗ് ഞാൻ പറഞ്ഞില്ലേ, കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഏജന്റിനെ ബിൽഡ് ചെയ്യുമ്പോൾ എത്രത്തോളം അതിന് കോണ്ടെക്സ്റ്റുകൾ കൊടുക്കുന്നത്, നല്ല കോണ്ടെക്സ്റ്റുകൾ കറക്റ്റ് ആയിട്ടുള്ള ടൈമിംഗിൽ എന്തൊക്കെ ടൂൾസ് എന്തൊക്കെ സാധനങ്ങൾ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യണം. കാരണം ഇതിനൊരു LLM ഒരു ലിമിറ്റ് ഉണ്ട്, ഇത്ര വേർഡ്സ് അതിന് ഒരു സമയത്ത് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി വരുന്ന വേർഡ്സിന് അതിന് റീഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ഒരു വിൻഡോ പോലെയാണ്. അപ്പൊ നമ്മൾ വലിയൊരു സെന്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് റീഡ് ചെയ്യാൻ പറ്റുന്ന പാർട്ട് മാത്രം റീഡ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ മറവി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ കോണ്ടെക്സ്റ്റിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ LLM ഏജന്റിന് കൊടുക്കേണ്ട ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രോസസ് തന്നെയാണ് ഏജന്റിക്, അല്ലെങ്കിൽ ഏജന്റിക് അല്ല, കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗ്. അത് എഞ്ചിനീയറിംഗ് അല്ല, എന്നാലും നമ്മൾ കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗ് ജനറലി പോപ്പുലർ ആയെന്ന് പറയുന്നതേ ഉള്ളൂ. അതിനുശേഷം വന്ന പോപ്പുലർ ഒരു സംഭവമാണ് ഹാർനസ് എഞ്ചിനീയറിംഗ്. എനിക്ക് തോന്നുന്നത് ഹാർനസ് എഞ്ചിനീയറിംഗ് ഇനി ഫ്യൂച്ചർ എന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു ഏജന്റിനെ ബിൽഡ് ചെയ്യുമ്പോൾ ഏജന്റിന് വേണ്ട ഹാർനസ് പ്ലസ് മോഡലാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഏജന്റ്. അല്ലെങ്കിൽ ഒരു ഏജന്റിന് എന്താണ് അതിന് വേണ്ട കോണ്ടെക്സ്റ്റ് കൊടുക്കണം, മോഡലിന്റെ കൂടത്തിൽ ഹാർനസ്, അതിനുവേണ്ട സാൻഡ് ബോക്സ്, ടൂൾസ്, മിഡിൽ വെയർ, പ്രോട്ടോകോൾ, പിന്നെ നിങ്ങളുടെ കസ്റ്റം ആയിട്ടുള്ള കോഡ്, സിസ്റ്റം പ്രോംപ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പാസ് ചെയ്തതിനു ശേഷമാണ് എന്ത് ചെയ്യുക, ഏജന്റ് ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിനെയാണ് ഹാർനസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കളക്ഷൻ ഓഫ് ടൂൾസ്, കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ഏജന്റിന് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അസൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ ബോക്സിനെയാണ് വിളിക്കുന്നത് നമ്മൾ ഹാർനസ് എഞ്ചിനീയറിംഗ്, ഹാർനസ് എന്ന് വിളിക്കുന്നത്. ഹാർനസ് ചെയ്യാനായിട്ട് ഭയങ്കര പോപ്പുലർ ആണ്. ഇപ്പം ഹാർനസ് ഒരുപാട്, ഇപ്പൊ എനിക്ക് തന്നെ എന്റെ ഫേവറേറ്റ് ഹെർമീസ് ഏജന്റ് എന്ന് പറയുന്ന സംഭവമാണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള മോഡൽ പാസ് ചെയ്യും. ഗൂഗിളിന്റെ മോഡൽസ് കൊടുക്കാം, ChatGPT മോഡൽസ് കൊടുക്കാം, അല്ലെങ്കിൽ ആന്ത്രോപിക്കിന്റെ മോഡൽസ്, മോഡൽസ് ഏത് വേണമെങ്കിലും കൊടുക്കാം. യൂണിവേഴ്സൽ ആണ്, ഏത് വേണമെങ്കിലും അസൈൻ ചെയ്യാം. പക്ഷെ അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹാർനസ് മെത്തേഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. കോഡ് ചെയ്യുന്ന ഏജൻസിന് ഡിഫറെന്റ് ആയിരിക്കുന്നുണ്ട്. റിയൽ ലൈഫിൽ നമ്മൾ മറ്റ് ടാസ്ക് ചെയ്യുമ്പോൾ ഡിസൈൻ ചെയ്യുന്ന ഏജൻസിന് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ ടാസ്കുകളെല്ലാം സെറ്റ് ചെയ്ത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നത് ആ ഒരു ഹാർനസ് എന്ന് പറയുന്നത്. പിന്നെ കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഇതെല്ലാം ബേസിക്കലി എഞ്ചിനീയറിംഗ് അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ ഞാൻ കുറച്ച് പ്രൊജക്ടുകൾ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇത് കൺവേർട്ട് ചെയ്ത് എങ്ങനെയാണ് യൂസ് ചെയ്ത്. ഇപ്പൊ ഒരു ഫയൽസ്, നമ്മുടെ സിസ്റ്റത്തിലുള്ള ഫയൽസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഏജന്റ് ആണ്. അപ്പം നമ്മൾ സംസാരിക്കും, പറയുകയാണ് എനിക്ക് ഫയൽ റീഡ് ചെയ്യണം, എന്റെ ഫയൽ റീഡ് ചെയ്യുന്ന കണ്ടന്റിന് സമ്മറൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മെയിൽ അയക്കണം എന്ന് വിചാരിച്ചോ, അങ്ങനത്തെ ടൂൾസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഒരു ഏജന്റിക് രീതിയിൽ നമ്മുടെ വർക്ക് ഫ്ലോവിനെ ഈസി ആക്കാൻ പറ്റും. അങ്ങനത്തെ പ്രൊഡക്ട്സ്, ഇതൊരു പ്രൊഡക്റ്റ് ഹാക്കത്തോണിൽ ബിൽഡ് ചെയ്യുന്നതാണ്. അതിന് നമുക്ക് സംസാരിച്ചിട്ട് ഫയലൊക്കെ റീഡ് ചെയ്തിട്ട് മെയിൽ അയക്കാനൊക്കെ പറഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ചെയ്യും. അങ്ങനത്തെ എനിക്ക് തോന്നുന്ന LLM ടൂൾ കോഡിംഗ് വരുന്നതിന് മുമ്പ് ഒരു ടൈമിൽ ചെയ്തതാണ്. പിന്നെ ഉണ്ട് കുറെ അപ്പൊ നിങ്ങൾ കാണിക്കുക. അപ്പൊ നിങ്ങളുടെ ഐഡിയ കിട്ടും. നിങ്ങൾക്ക് ഈ ഐഡിയ വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുവാണ് ഇത്ര നാളെ പ്രോഗ്രാമിംഗ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ടാസ്ക് എന്ത് ചെയ്യണം, LLM കൊണ്ട് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതാണ് നിങ്ങൾക്ക് ഇന്ന് തരാൻ പോകുന്ന ടാസ്ക്. അപ്പൊ ഇത് വേറൊരു എക്സാമ്പിൾ ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സർവത്തിനായിട്ട് ബിൽഡ് ചെയ്തതാണ്. ഒരു സിമ്പിൾ പ്രോജക്റ്റ് ആണ്. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റുകൾ, എല്ലാവരും വെബ്സൈറ്റ് ബിൽഡ് ചെയ്യും, പക്ഷെ ഇംഗ്ലീഷിലാണ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, മറ്റ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പൊ നമുക്ക് എപ്പോഴും പുതിയ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് വരുമ്പോൾ അത് AI മോഡൽസിന് കൊടുത്തിട്ട് അതിന്റെ ട്രാൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റ് ആണ് EN.json അല്ലെങ്കിൽ ML.json എന്നൊക്കെ പറഞ്ഞ് മലയാളം ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫയൽ ഉണ്ട്. ഈ ഫയലിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു CLI ടൂളാണ്. അപ്പോൾ അത് ഇങ്ങനത്തെ ടൂൾസിനൊക്കെ ബിൽഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് ഏജൻസിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ പ്രൊജക്ടുകൾ ബിൽഡ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഫയൽ ലെറ്റ്സ് ചില വെബ്സൈറ്റിലുണ്ട്, കോർപ്പറേറ്റ് വെബ്സൈറ്റിലാണ് മോസ്റ്റ്ലി ഈ ട്രാൻസ്ലേഷൻ്റെ ഒക്കെ ആവശ്യം വരുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു JSON ഫയൽ ഉണ്ട്. അപ്പൊ അതിന് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യും, ഹിന്ദി, തമിഴ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ഈ CLI ടൂളിൽ ഈ ടൂൾ ബിൽഡ് ചെയ്തേക്കുന്ന എൻ്റയർലി ഒരു എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക്
അതിലുള്ള എല്ലാ കോണ്ടാക്ട് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം അതിലുണ്ട്. CLI റൺ ചെയ്താൽ മാത്രം മതി. അങ്ങനത്തെ പ്രോഡക്റ്റ് ആണ് ബിൽഡ് ചെയ്യേണ്ടത്. യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. അപ്പൊ ഇങ്ങനത്തെ ജീസൺ ഫയലുകളിലെ മറ്റ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. അപ്പൊ അതിന് സർവ മോഡൽസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞു നമുക്ക് സമയം പോകുന്ന എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇത് ഞാൻ പണ്ട് ബിൽഡ് ചെയ്തൊരു പ്രോജക്റ്റ് ആണ്. യുട്ടാപ്പി എന്നാണ് പേരിട്ടത്. ഭയങ്കര സിമ്പിൾ ഐഡിയ ആണ്. സംഭവം വെച്ചാല് നമുക്ക് ഇഷ്ടമുള്ള മോഡൽസിനെ കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റനെ ഒരു വെബ്സൈറ്റ് ആയിട്ട് ബിൽഡ് ചെയ്ത് തരും. അന്ന് ഈ ചജിബിൽ പറഞ്ഞ് നമുക്ക് പറയാം എന്താ, ചജിബിയോട് പറയില്ലായിരുന്നു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ തരാം ഇന്ന ഡേറ്റ ഉണ്ട്. പക്ഷെ ഇതിന് പകരം നമുക്ക് ഡയറക്റ്റ് ഡേറ്റ കൊടുത്താൽ മതി. ആ ഡേറ്റയ്ക്ക് അനുസരിച്ചുള്ള വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ ടൂൾസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. പണ്ട് പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ LLM റൺ ടൈമിൽ തന്നെ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് തരാൻ പറഞ്ഞ ഈസിയാണ്. അപ്പൊ അങ്ങനത്തെ ടൂൾസ് ഉണ്ട്. നല്ല UI അല്ലേ? പണ്ട് ബിൽഡ് ചെയ്താണ്, ഇപ്പൊ അത് അവൈലബിൾ അല്ല. അപ്പൊ അങ്ങനത്തെ റൺ ടൈം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഈ മോഡൽസിന് പറ്റും. അപ്പൊ നമുക്ക് ഇതിന്റെ വേണം കോഡ് കാണിച്ചു തരാം എന്താ ചെയ്യുന്നതെന്നോ. അല്ലെങ്കിൽ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ. ടൈപ്പ് സ്ക്രിപ്റ്റ് അറിയത്തില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമുക്ക് മോഡൽസിനൊക്കെ ഡിഫൈൻ ചെയ്തു. ഇപ്പൊ ഗ്രോക്ക് എന്ന് പറഞ്ഞൊരു മോഡലിന് ഡിഫൈൻ ചെയ്തു. എന്നിട്ട് എന്തിനാ ഒരു ബാങ്കിങ് ആപ്പ് ബിൽഡ് ചെയ്യാൻ നോക്കിയതാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ഓരോ ടൂൾസ്. ആ ടൂൾസിനുണ്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ആ ടൂൾസിനുണ്ട് പാരാമീറ്റേഴ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് ബാലൻസ് എടുക്കുന്നത്. ഇതൊരു ഗ്ലോബൽ ഡാറ്റാബേസ് തന്നിരിക്കുക. അതിൽ നിന്ന് ബാലൻസ് എടുത്ത് കൊടുക്കുന്നു. പിന്നെ സെൻഡ് മണി എന്നുള്ള ടൂള്. ഇങ്ങനത്തെ കുറെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇങ്ങനത്തെ ടൂൾസിനെല്ലാം ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഏജന്റിന് ഈ ഹാർനസ് അല്ലെങ്കിൽ ഏജന്റിന് നൽകണം. ഇതൊക്കെ ടൂൾസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. യൂസർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇന്ന ടൂള് കോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വെൽ ഡിഫൈൻഡ് ആയിട്ട് സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഏജന്റ് ഈ ടൂൾസിനൊക്കെ വിളിക്കാൻ പറ്റും. ഇവിടെ മണി സെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ടൂളാണ്. ഇപ്പൊ എന്ത് എമൗണ്ട് എന്നുള്ള പാരാമീറ്റർ വേണം. അതുപോലെ റിസീവ് ചെയ്യുന്ന ആളുടെ നമ്പർ വേണം. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് മണി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ടൂള്. പിന്നെ ഹിസ്റ്ററി എടുക്കുന്ന ടൂള്. എന്നിട്ട് എന്ത് ചെയ്യാം, മോഡലിന് പറയാം യു ആർ എ ഏജന്റ് ഇൻസൈഡ് ബാങ്കിങ് ആപ്പ് എന്ന് പറയാം. അപ്പൊ അതിന്റെ സിസ്റ്റം പ്രോംപ്റ്റ് ആണ്. സിസ്റ്റം പ്രോംപ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പം സിസ്റ്റം പ്രോംപ്റ്റിൽ നമുക്ക് പറയാം നിങ്ങൾ ഒരു ഡെവലപ്പർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡിസൈൻ ചെയ്യുന്ന ഏജന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ കോഡ് ചെയ്യുന്ന ഒരു ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മോഡൽ അനുസരിച്ച് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിനുവേണ്ടിയാണ് സിസ്റ്റം പ്രോംപ്റ്റ് കൊടുക്കുന്നത്. ഇതൊക്കെ അറിയാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. മോസ്റ്റ്ലി ഇപ്പോഴത്തെ ChatGPT വെബ്സൈറ്റുകളിലെല്ലാം ഈ സിസ്റ്റം പ്രോംപ്റ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. നമ്മൾ ഡയറക്ട്ലി നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അത് സെർച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കസ്റ്റമായിട്ട് ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന നല്ല സിസ്റ്റം പ്രോംപ്റ്റ് വേണം. എന്നാലേ അതിന് അത് എവിടെയാണ് എന്തിലാണ് അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ ടൂൾസിനെ എല്ലാം പാസ് ചെയ്തു. എന്നിട്ട് ഇതാണ് യൂസർ കൊടുക്കുന്ന പ്രോംപ്റ്റ് എന്ന് വിചാരിക്കാം. യൂസർ പറയാണ് ഇന്നയാളെ കണ്ടുപിടിച്ച് ഇത്ര രൂപ ആൾക്ക് അയച്ചു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ഇതിലെ ഏതാണ് ASDK യൂസ് ചെയ്യാൻ പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്. ഇതിന്റെ എന്ന് പറഞ്ഞ SDK ആണ്. അപ്പൊ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പൈത്തണിന്റെ ഇതിന്റെ ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്. അതിൽ ഇങ്ങനത്തെ ടൂൾസ് ഒക്കെ ഡിഫൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസറിന്റെ പ്രോംപ്റ്റിനനുസരിച്ച് ടൂൾസ് ഇൻവോക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു കോംപ്ലിക്കേറ്റഡ് സാധനം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. ഇതിന്റെ അണ്ടറിൽ കുറെ ഞാൻ പറഞ്ഞില്ലേ ടൂൾസ് ഇങ്ങനെ ലൂപ്പിലിട്ട് റൺ ചെയ്ത് കുറെ തവണ റൺ ചെയ്തിട്ടാണ് അവസാന റിസൾട്ട് വരുന്നത്. ഞാൻ അത് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഓരോ തവണ ഇൻഫറൻസ് റൺ ചെയ്യുമ്പോഴും കോസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി സിംഗിൾ ഇൻഫറൻസിൽ മൾട്ടിപ്പിൾ ടൂൾസ് റൺ ചെയ്ത് ഇഷ്യൂസിനെല്ലാം സ്വയം ഫിക്സ് ചെയ്യുന്ന ഒരു പാക്കേജ് ബിൽഡ് ചെയ്തതാണ്. അപ്പൊ അതെനിക്ക് യൂസ് ചെയ്യണമെന്ന് ഞാൻ ഫോഴ്സ് ചെയ്തിട്ടില്ല, കാരണം ഇത് ഒരുപാട് ബഗ്സും ഉണ്ട് അതേസമയം. അപ്പൊ ഇങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് എനിക്ക് വെച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വേറൊരു പ്രോജക്റ്റ് ആണ്. അതായത് FFmpeg എന്ന് പറഞ്ഞൊരു ലൈബ്രറി ഉണ്ട്. ഈ ലൈബ്രറി യൂസ് ചെയ്യാൻ സാധാ മനുഷ്യർക്ക് ഭയങ്കര പാടാണ്. അതിന്റെ CLI കാണപ്പാടം പഠിക്കണം, നമ്മൾ ടൈപ്പ് ചെയ്യണം, പിന്നെ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം, എന്നാലും ഇത് ഇതറാന്നാവത്തുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്കാണെങ്കിൽ റീൽ ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റ് വേണം. റീൽ ഉണ്ടാക്കുന്ന നമ്മൾ കമാൻഡ് ചെയ്യും, ഇന്ന സാധനങ്ങൾ വേണം, ഒരു വീഡിയോ ഉണ്ടാക്കി തരാന്ന് പറയുമ്പോൾ
ഈ വീഡിയോസ് എല്ലാം ജനറേറ്റ് ചെയ്ത് മോഡൽസ് ഒക്കെ ജനറേറ്റ് ചെയ്ത് ക്യാപ്ഷൻസ് ഒക്കെ ജനറേറ്റ് ചെയ്ത് വോയിസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന പല പല മോഡൽസ് ഉണ്ട്. ഇതിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ വീഡിയോസിനെല്ലാം ബിൽഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് ഒരുമിച്ചാക്കി അതിന്റെ മുകളിൽ ക്യാപ്ഷനൊക്കെ ആഡ് ചെയ്ത് ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് CLA വഴി ചെയ്യാം. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ മനസ്സിലാവും, നമുക്ക് ഇത്ര CLA എല്ലാം കാണപ്പണം പഠിക്കാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, ഞാൻ AIക്ക് FFmpegന്റെ ടൂൾസ് എല്ലാം കൊടുത്തു. ഇവിടെ സർവോ ജെമിനിയൊക്കെ വെച്ചാണ് ചെയ്തത്. ജെമിനി എന്ത് ചെയ്യുന്നു, ഇമേജും വീഡിയോസ് ഒക്കെ ജനറേറ്റ് ചെയ്ത് തരും. എന്നിട്ട് സർവേ ഒക്കെ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം, എനിക്ക് ഇന്ന വീഡിയോ ആണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ജനറേറ്റ് ചെയ്ത ടൂൾസ് എല്ലാം കോൾ ചെയ്ത് വീഡിയോ ജനറേറ്റ് അവസാനം ഔട്ട്പുട്ട് തരും. അപ്പൊ ഇങ്ങനത്തെ പ്രൊജക്ട്സ് ബിൽഡ് ചെയ്യാൻ AIക്ക് സാധിക്കും, AI മോഡൽസ് ഒക്കെ വെച്ച് സാധിക്കാൻ പറ്റും. അപ്പം മനസ്സിലാവുന്നുണ്ടോ എന്താണ് ഈ പ്രോജക്ട് ചെയ്യുന്നത്? അപ്പൊ ഇങ്ങനത്തെ ഐഡിയാസ് എന്തെങ്കിലും മനസ്സിലുണ്ടോ? നമുക്ക് ഇതുവരെ നമ്മൾക്ക് മനുഷ്യർക്ക് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നിയ ഐഡിയാസിന് എന്ത് ചെയ്യും, ഏജൻസ് വെച്ച് ചെയ്യാൻ പറ്റും. ഏജൻസിന് കോഡിങ്ങും അറിയാം, CLI അറിയാം. അപ്പൊ അതിന് കമ്പ്യൂട്ടർ ആക്സസ് ഉണ്ട്, നമ്മൾ പറയുന്ന ഹ്യൂമൻ ലാംഗ്വേജ് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ നമുക്ക് ടൂൾസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇൻവോക്ക് ചെയ്ത് ഒരു കമ്പ്യൂട്ടറിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? തംസപ്പ് ഇടാം. ഇതുവരെ മനസ്സിലായില്ല. മനസ്സിലായില്ലെങ്കിൽ തംസ് ഡൗൺ ഇടാട്ടോ, കുഴപ്പമില്ല. തംസ് ഡൗൺ ഉണ്ടോ ഇതിന്റെ അകത്ത്? പിന്നെ വേറൊരു ഞാൻ പറഞ്ഞില്ല, ഒരു ബാങ്കിങ് ആപ്പ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ മിനി പ്രോജക്റ്റ് ആയിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അന്ന് ടൂൾ കോളിംഗ് ഇല്ല, അപ്പൊ ഞാൻ സ്വന്തമായിട്ടാണ് ടൂൾ കോളിംഗ് ബിൽഡ് ചെയ്യേണ്ടത്. അന്ന് ഈ പറഞ്ഞ SDKs ഒന്നും അവൈലബിൾ അല്ല, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ് ഇല്ല, കോൺടാക്ട് എഞ്ചിനീയർ ഒന്നും ഇല്ലായിരുന്നില്ല. നമ്മൾ പ്രോംപ്റ്റ് കൊടുത്ത് നമ്മൾ തന്നെ ജെയ്സിനെ പാസ് ചെയ്ത് ഫുൾ ടൂൾ കോളിംഗ് എല്ലാം നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ അന്നത്തെ ഒരു പ്രോജക്റ്റ് ആണ്. ഇന്ന് ടൂൾ കോളിംഗ് ഭയങ്കര പോപ്പുലർ ആണ്, അതുകൊണ്ട് ഒരുപാട് SDKs അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ലാങ് ചെയിൻ ടൂൾ കോളിംഗ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ കോഡ് കിട്ടും, ജസ്റ്റ് റൺ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൂൾസ് പാസ് ചെയ്തിട്ട് ഇഷ്ടമുള്ള പ്രോജക്റ്റ് ബിൽഡ് ചെയ്യും. പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രൗസറിൽ ഞങ്ങൾ പണ്ട് ബിൽഡ് ചെയ്ത പ്രോജക്റ്റ് ആണ്. ഇത് ലോഞ്ച് ചെയ്താണ് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്നില്ല, പുള്ളി ഒരു ബ്രൗസർ ബിൽഡ് ചെയ്തു. അതിൽ ഞങ്ങൾക്ക് AI ആഡ് ചെയ്യണം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, C++ലെ ടാബ് ഓപ്പൺ ചെയ്യുക, ഗൂഗിൾ സെർച്ച് ചെയ്യുക, സംഭവങ്ങൾ ഫംഗ്ഷൻസ് എല്ലാം എന്ത് ചെയ്തു, നമ്മൾ ഏജന്റിന് പാസ് ചെയ്തു. എന്നിട്ട് യൂസറിനെ ടൈപ്പ് ചെയ്യാം. നമ്മൾ സാധാരണ യൂസർ എന്ത് ചെയ്യുന്നത്, ന്യൂ ടാബ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി ഗൂഗിളിലേക്കാണ് പോകുന്നത്. ഇവിടെ ഗൂഗിളിൽ പോകുന്നതിന് പകരം നമ്മൾ ഏജന്റിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ബ്രൗസറിലുള്ള ടൂൾസ് എല്ലാം റൺ ചെയ്യുന്ന തരത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം യൂസറിന് പറയാം ക്രിയേറ്റ് ന്യൂ ടാബ്, യൂസറിന് ഇങ്ങനെ പറയാം ക്രിയേറ്റ് 4 ടാബ്സ്, ഗൂഗിൾ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആൻഡ് സെർച്ച് അബൌട്ട് ദിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ടാസ്ക് ബ്രൗസറിന് ഇറ്റ്സെൽഫ് ചെയ്യാൻ പറ്റും. പണ്ട് പറ്റത്തില്ല, നമ്മൾ തന്നെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് നമ്മൾ തന്നെ ടാബ് ഓപ്പൺ ചെയ്ത് യൂട്യൂബ് പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. ഇങ്ങനത്തെ ടാസ്കുകളെല്ലാം എന്ത് ചെയ്യും, ബ്രൗസർ വഴി ചെയ്യുന്ന ഒരു പ്രൊജക്ട് ഞങ്ങൾ ബിൽഡ് ചെയ്തു, ലോഞ്ച് ചെയ്തു വന്നിട്ട് ബാംഗ്ലൂരൊക്കെ വെച്ച്. അപ്പൊ ഒലാമ അറിയാൻ കേട്ടിട്ടുണ്ടോ? ഇതെന്തായാലും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഓപ്പൺ, അതായത് മോഡൽസ് പല ടൈപ്പ് ഉണ്ട്. ChatGPT API വഴി തരുന്ന ടൈപ്പ് മോഡൽസും ഉണ്ട്, ഓപ്പൺ മോഡൽസ് ഉണ്ട്, ഓപ്പൺ വെയിറ്റ് മോഡൽസ് എന്ന് പറയും. ഈ മോഡൽസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലോക്കലിൽ റൺ ചെയ്ത് അത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് മോഡലിനെ ഫൈൻ ട്യൂൺ ചെയ്യാൻ, അങ്ങനെ എല്ലാം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, ഈ മോഡൽസ് ലോക്കലിൽ റൺ ചെയ്യുന്ന ഒരു ടൂളാണ് ഒലാമ. അപ്പൊ ഇത് ജസ്റ്റ് റൺ ചെയ്യാം. എന്നിട്ട് ഞങ്ങൾ എന്ത് ബ്രൗസറിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒലാമ ഡൗൺലോഡ് ചെയ്യുന്ന യൂസർക്ക് ഈ ഒലാമ ഈ ബ്രൗസറായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഡേറ്റ ഒന്നും പുറത്ത് പോകാണ്ട് നിങ്ങളുടെ മോഡൽസിന് എന്ത് ചെയ്യാം, മോഡൽസിൽ നിങ്ങൾ കൊടുക്കുന്ന ഈ പ്രോംപ്റ്റുകൾ സെക്യൂർ ആയിട്ട് നിങ്ങളുടെ ലോക്കൽ റൺ ചെയ്യും. ജെമ്മ 4 ഭയങ്കര അടിപൊളിയാട്ടോ, ഭയങ്കര കംപ്രസ്ഡ് ആണ്, ഡെൻസ്, ഇന്റലിജൻസ് ഡെൻസ്ഡ് ആണ് ജെമ്മ 4 മോഡൽസ്. പിന്നെ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, എല്ലാം വിട്ടുപോയി. പിന്നെയുള്ളത് നിങ്ങൾ ഉറപ്പായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ടൂളാണ് ഹഗ്ഗിംഗ് ഫേസ്. ഹഗ്ഗിംഗ് ഫേസിൽ ഓൾമോസ്റ്റ് കുറെ ഓപ്പൺ സോഴ്സ് മോഡൽസ് അവൈലബിൾ ആണ്. ഹഗ്ഗിംഗ് ഫേസിന്റെ ലൈബ്രറീസ് ഉണ്ട്. ഹഗ്ഗിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ ഗിറ്റം അറിയില്ല, ഗിറ്റ് അറിയാവുന്നവർക്ക് തംസപ്പെട്ട് എല്ലാവർക്കും അറിയാവുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഹഗ്ഗിംഗ് ഫേസ് എന്ന് പറയുന്നത് മോഡൽസ്, ഡാറ്റ സെറ്റുകൾ, അതുപോലെ ഹഗ്ഗിംഗ് ഫേസ് സ്പേസ് എന്നൊക്കെ പറഞ്ഞ കുറെ ഏജന്റിക് ML റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ യൂസ് ചെയ്യുന്ന ഗിറ്റബിന്റെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് പറയും.
അതിൽ തന്നെ കുറെ എക്കോസിസ്റ്റം ഉണ്ട്. ആ എക്കോസിസ്റ്റത്തിലെ ഒരു ഇൻഫറൻസ്, അതായത് ഹഗിംഗ് ഫേസ് ഓൾറെഡി മോഡൽസ് എല്ലാം ഹോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. നമുക്ക് അത് API കോൾ ചെയ്ത് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അസൈൻ ചെയ്യാം. ഇതാണ് യൂസറിന് റോൾ ഉണ്ട്. യൂസർ എന്നുള്ള റോളിൽ കണ്ടന്റ് കൊടുക്കാം. അങ്ങനെ എന്ത് ചെയ്യാം, സിസ്റ്റം പ്രോംപ്റ്റ് ആഡ് ചെയ്യാം. അങ്ങനെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊജക്ട് ബിൽഡ് ചെയ്യാൻ ഒരു ഫ്രീ ഇൻഫറൻസ് പ്രൊവൈഡർ ആണ് ഹഗിംഗ് ഫേസ്. നിങ്ങൾക്ക് അത് വെച്ച് പ്രൊജക്ട് വേണം ബിൽഡ്. നിങ്ങൾക്ക് ഇന്ന് ടാസ്ക് തന്നിട്ടുണ്ട്. അപ്പം സ്വന്തമായിട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഹഗിംഗ് ഫേസ് യൂസ് ചെയ്യാം. പിന്നെ ഹഗിംഗ് ഫേസിൽ ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ്. ഇതാണ് ഞാൻ ഗൂഗിൾ സെർച്ചിൽ വെച്ച ഏറ്റവും സ്മോളസ്റ്റ് മോഡൽ. ഹഗിംഗ് ഫേസിന്റെ സ്മോൾ LM2 എന്ന് പറഞ്ഞ 135 മില്യൺ പാരാമീറ്റേഴ്സ് ഉള്ള ഒരു 200 MB ഒരു മോഡലാണ്. എനിക്ക് ടെസ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ അവരുടെ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ പാക്കേജ് പിപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇങ്ങനത്തെ മോഡൽസ് ലോക്കലി ഡൗൺലോഡ് ചെയ്ത് റൺ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് യൂസർ ഏജന്റ് ഇന്ററാക്ഷനിൽ ഫൈൻ ട്യൂൺ ചെയ്ത മോഡൽസ് അല്ല. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ടെക്സ്റ്റ് കൊടുക്കുന്നോ അതിന്റെ നെക്സ്റ്റ് ടോക്കൺ പ്രെഡിക്റ്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. ഇപ്പോൾ സ്കൈ ഈസ് എന്ന് പറയുമ്പോൾ സ്കൈ ഈസ് ബ്ലൂ ആൻഡ് ദിസ് എന്നൊക്കെ പറഞ്ഞ് കണ്ടിന്യൂ ചെയ്ത് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുന്ന ടൈപ്പ് മോഡൽസ് അല്ല. അപ്പൊ ഇങ്ങനത്തെ മോഡൽസിനെ ഫൈൻ ട്യൂൺ ചെയ്ത് യൂസർ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ട് മോഡൽസ് എന്നാണ് പറയുന്നത്. അങ്ങനത്തെ മോഡൽസ് അവൈലബിൾ ആണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഫൈൻ ട്യൂൺ ഇതാണ് ആ മോഡൽ. ഇത് ഹഗിംഗ് ഫേസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആട്ടോ. ഇവിടെ നമുക്ക് കുറെ സാധനങ്ങളൊക്കെ കിട്ടും. കുറെ നമുക്ക് നിങ്ങൾ എന്തെങ്കിലും മോഡലൊക്കെ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഡാറ്റ സെറ്റ് ഒക്കെ ഇവിടെ ഫ്രീ ആണ്. എന്ത് ടൈപ്പ് ഡാറ്റ സെറ്റ് മനസ്സിലുണ്ടെങ്കിലും ഇത് ഇവിടെ അവൈലബിൾ ആണ്. പണ്ട് കാഗിലൊക്കെ അല്ലായിരുന്നു യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഹഗിംഗ് ഫേസ് ആണ് കുറച്ചുകൂടെ പോപ്പുലർ എന്ന് തോന്നുന്നു. അപ്പം ഫൈൻ ട്യൂൺ സെക്ഷനിൽ മോഡൽസിന്റെ അവിടെ ചെല്ലുമ്പോൾ ഇതിനെ ഇൻസ്ട്രക്ട് മോഡൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇൻസ്ട്രക്ട് മോഡലാണ് ഈ യൂസർ അസിസ്റ്റന്റ്, സിസ്റ്റം പ്രോംപ്റ്റ്, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളിൽ ആ ഒരു ടെംപ്ലേറ്റ് രീതിയിൽ സംസാരിക്കാൻ പഠിപ്പിച്ചതിന് ശേഷം കിട്ടുന്ന മോഡലാണ് ഇൻസ്ട്രക്ട് മോഡൽ. ഇതൊരു ഇൻസ്ട്രക്ട് മോഡൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, യൂസർ അപ്പൊ ഇതിലാണ് ഈ യൂസർ ഇങ്ങനത്തെ ഇൻസ്ട്രക്ട് മോഡലുകളാണ് ശരിക്കും ഈ ChatGPT വെബ്സൈറ്റ് കാണുന്നത്. നമ്മളോടൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇങ്ങനത്തെ ഫൈൻ ട്യൂൺഡ് മോഡൽസ് ആണ്. മറ്റേ ജസ്റ്റ് നെക്സ്റ്റ് ടോക്കൺ പ്രെഡിക്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. എന്ത് അതിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല. എന്താണോ അതിന് ഒരു ഇനീഷ്യൽ ഡാറ്റ കിട്ടുന്നത്, ഒരു എൻഡ് ഡാറ്റ അല്ലെങ്കിൽ നെക്സ്റ്റ് ടോക്കൺ പ്രെഡിക്റ്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ഫൈൻ ട്യൂൺ ചെയ്യുമ്പോഴാണ് യൂസർ ഒരു ഏജന്റ്, ഒരു കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ഒരു കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ആ എന്ത് ചെയ്യണം, അങ്ങനത്തെ ഫൈൻ ട്യൂണിങ് ചെയ്തിട്ടുണ്ടാകും. പിന്നെ കുറച്ച് കോഡുകളൊക്കെ കാണിച്ചത്. ഇതാണ് മോഡൽ. ഒരു മോഡലിനെ എങ്ങനെ ട്രാൻസ്ഫോമർ പാക്കേജ് യൂസ് ചെയ്ത് കോൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലോക്കലിൽ ഇമ്പോർട്ട് ചെയ്ത് റൺ ചെയ്യാം. ഇതെല്ലാം കോഡ് ജസ്റ്റ് നോക്കി വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ മോഡൽസിനൊക്കെ ലോക്കലിൽ ഡൗൺലോഡ് ചെയ്യാം. അതിന്റെ GPU ആക്സസ് ഉണ്ടെങ്കിൽ GPU കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് ഫാസ്റ്റ് ആയിട്ട് അത് റെസ്പോൺസ് വരും. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, നോക്കട്ടെ. എംബഡിങ് എന്താണെന്ന് പറഞ്ഞായിരുന്നു. എംബഡിങ് എന്ന് പറയുന്നത് നമ്മൾ വേർഡിനെ ടോക്കൺ ആക്കി എന്ന് പറഞ്ഞില്ലായിരുന്നു. വേർഡിനെ ടോക്കൺ ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സ്പേസിൽ സേവ് ചെയ്യാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ആപ്പിൾ, ബനാന എന്നൊക്കെ പറയുന്ന സിമിലർ സാധനങ്ങളല്ലേ. കിങ്, ക്യൂൻ എന്ന് പറയുന്ന സിമിലർ സാധനമാണ്. മാൻ, വുമൺ എന്നൊക്കെ പറയുന്നത് സിമിലർ ആണ്. അറ്റ് ദ സെയിം ടൈം മെന്നും കിങ്ങും ഓൾമോസ്റ്റ് സെയിം ആണ്. മെൻ പ്ലസ് റോയാലിറ്റി ആണ് കിങ് ആവുന്നത്. ആ സിമിലർ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിലുള്ള സാധനങ്ങൾ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്ത് ഒരു നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് അതുപോലെ ഒരു സ്പേസിൽ സ്റ്റോർ ചെയ്യുന്ന രീതിയാണ് വെക്ടർ എംബഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജ് യൂസർ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു വെക്ടർ എംബഡിംഗ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസിൽ കുറെ ഡാറ്റ എക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസർ പറയുന്ന കാര്യങ്ങൾ പോയി സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. മറ്റേത് നമ്മൾ ഡാറ്റാബേസിൽ കോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ID വേണം, പാരാമീറ്റേഴ്സ് വേണം, SQL ഒക്കെ വെച്ച് ക്വറി എഴുതിയാൽ മാത്രമേ നമുക്ക് ഇന്ന ഡാറ്റ കിട്ടുന്നത്. ഇവിടുത്തെ കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വൽ എന്താണ് യൂസർ സംസാരിക്കുന്നത് അതുപോലത്തെ ടോക്കൺസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്കൊരു വെക്ടർ ഡാറ്റാബേസ് വേണം. വെക്ടർ ഡാറ്റാബേസിൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എംബഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് വെക്ടർ എംബഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലത്തെ ഒരു സ്പേസ് ആണ്, ഒരു ത്രീ ഡയമെൻഷൻ ലൈക്ക് 1000 ഡയമെൻഷൻ ആയിട്ടുള്ള ഒരു 1000 എന്ന് പറയാൻ പറ്റില്ല,
ഒരു 300-400 ഡയമെൻഷൻസ് ഉള്ള ഒരു വലിയൊരു സ്പേസ് ആണ്. ഈ സ്പേസിൽ പല ആംഗിളുകളിലുള്ള പല ലൊക്കേഷനുകളിൽ പല ഡേറ്റ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് അതിനനുസരിച്ച് റിട്രീവ് ചെയ്യാൻ പറ്റും. വെക്ടർ എംബഡിംഗ് എന്ന് പറയുന്നത് ഒരു അടിപൊളി റാഗ് ഒക്കെ ബിൽഡ് ചെയ്യുന്നവർക്ക് ഒരുപാട് യൂസ് ഉള്ളൂ. അപ്പൊ നിങ്ങൾ പ്രൊജക്ട് ബിൽഡ് ചെയ്യണം. ആ പ്രൊജക്റ്റിൽ ഏജന്റ് അല്ല, മോഡൽസിനെ ട്രെയിൻ ചെയ്തെങ്കിൽ 2022 വരെയുള്ള ഡേറ്റ, ഇന്റർനെറ്റ് ഡേറ്റ വെച്ചിട്ടാണ് മോഡലിനെ ട്രെയിൻ ചെയ്തെങ്കിൽ അതിനുശേഷമുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മനസ്സിലാവത്തില്ല, അറിയത്തില്ല, അല്ലെങ്കിൽ അത് പൊട്ട ഉത്തരം പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ ആരാണ് പ്രസിഡന്റ്, ആരാണ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പഴയ ഡേറ്റ ആയിരിക്കും വരുന്നത്. പുതിയ ഡേറ്റ വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യും. ഇന്റർനെറ്റിലാണ് എപ്പോഴും അപ് ടു ഡേറ്റ് ആണുള്ള ഡേറ്റ ഉണ്ടാവും. അപ്പൊ നമുക്ക് റാഗ് എന്നുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ റിട്രീവ് ഓഗ്മെന്റ് ജനറേഷൻ എന്ന് പറയുന്നത്. അതായത് യൂസർ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റ് എടുക്കും. LLM-ന് പാസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യും? നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ റെഡിറ്റിൽ സെർച്ച് ചെയ്യും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നോളജ് സ്പേസിൽ പോയിട്ട് സെർച്ച് ചെയ്ത് ആ ഡേറ്റ എടുക്കും. എന്നിട്ട് അതിന്റെ ഒപ്പം പ്രോംപ്റ്റ്, സിസ്റ്റം പ്രോംപ്റ്റ്, ഇതെല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും LLM-ന് കൊടുക്കുന്നത്. അപ്പൊ LLM-ന് ഓൾറെഡി നമ്മൾ കോൺടെക്സ്റ്റ് കൊടുത്തു. അതാണ് കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ റാഗിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോളജ് എടുത്ത് നമ്മൾ യൂസർ ചോദിച്ച ക്വസ്റ്റിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ഈ ഡേറ്റയും കൊടുക്കുന്നു. എന്നിട്ട് ഈ LLM എന്ത് ചെയ്യും? ഈ ക്വസ്റ്റിനുള്ള ആൻസർ അതിൽ നിന്നും സെലക്ട് ചെയ്ത് യൂസറിന്റെ പ്രോംപ്റ്റിനനുസരിച്ച് ആൻസർ ജനറേറ്റ് ചെയ്ത് തരും. അപ്പം അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡേറ്റ കിട്ടും. അതാണ് റാഗ് എന്ന് പറയുന്നത്. അപ്പൊ റാഗിനെ ഹെൽപ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കസ്റ്റം ഡേറ്റ ഒക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇത് കസ്റ്റം ഡേറ്റ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ സെർച്ച് എടുക്കട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? വെക്ടർ സ്പേസ് ബിൽഡ് ചെയ്തിട്ട് അത് ഡേറ്റാബേസ് ഉണ്ടാക്കിയിട്ട് അതിൽ ഈ നിങ്ങളുടെ കസ്റ്റം PDF ഫയൽസോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ റാഗ് പോലെ ബിൽഡ് ചെയ്യാൻ പറ്റും. യൂസർ എന്ത് ചെയ്യുന്നു? സെർച്ച് ചെയ്യുന്നു, നിങ്ങളുടെ റാഗ് സ്പേസിൽ പോയി സെർച്ച് ചെയ്തിട്ട് ആ ടെക്സ്റ്റ് എടുത്ത് LLM-ന് യൂസറിന്റെ ക്വസ്റ്റിനും കോൺടെക്സ്റ്റും നമ്മുടെ ഈ പറഞ്ഞ നോളജിലെ ഡേറ്റയും എന്നിട്ട് LLM പാസ് ചെയ്യുമ്പോൾ LLM അതനുസരിച്ച് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ആൻസർ കൊണ്ടുവരാൻ പറ്റും. ഇതാണ് റാഗിന് ഫോട്ടോ വരും. ഒരു നോളജ് സ്പേസിൽ പോയിട്ട് ആ ഡേറ്റയിൽ വെച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്ന രീതിയാണ്. ഇപ്പൊ ഹാലുസിനേഷൻ കുറയും. ഹാലുസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനുഷ്യരുടെ ഹാലുസിനേഷൻ എന്താണ്? അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞു പിച്ചും പിയും പറഞ്ഞുകൊണ്ടിരിക്കും, മണ്ടത്തരങ്ങൾ പറയും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് റാഗ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ടോക്കണൈസേഷൻ. ഇതാണ് ഇത് കണ്ടെന്റിൽ മനസ്സിലാകുന്നുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ട്രാൻസ്ഫോർ മോഡൽ ആർക്കിടെക്ചർ എന്ന് പറയും. ഇതാണ് ബേസ്. ഇതിൽ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. ഒരു ML റിസർച്ചറിന് മാത്രമേ ഇത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ML റിസർച്ചർ അല്ലാത്തതുകൊണ്ട് ഇതിൽ നടക്കുന്ന മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ബുദ്ധി എനിക്കില്ല. പക്ഷെ അത് നല്ലൊരു വീഡിയോ ഉണ്ട്, 3 blue 1 brown എന്ന് പറഞ്ഞിട്ട്. അതിൽ ഈ എങ്ങനെയാണ് ട്രാൻസ്ഫോർ മോഡൽ വർക്ക് ചെയ്യുന്നത് നല്ലൊരു അടിപൊളി വീഡിയോ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫീൽഡിനോട് ഇൻട്രസ്റ്റ് ആണ് ഉറപ്പായിട്ടും എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ. ഇതാണ് ഗൂഗിൾ കൊണ്ടുവന്നത്. ഇതിനെ ബെറ്റർ ആക്കി എടുത്താണ് ChatGPT. അങ്ങനെയാണ് ChatGPT ഓപ്പൺ ഒക്കെ ഫേമസ് ആകുന്നത്. സാമായിട്ട് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, കോൺടെക്സ്റ്റ് എഞ്ചിനീയറിംഗ്, ഹാർനസ് എഞ്ചിനീയറിംഗ്. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്ത് പറയുന്നു, സിമ്പിൾ ഓരോ ഇന്ററാക്ഷനാണ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ അങ്ങോട്ട് പ്രോംപ്റ്റ് ചെയ്യുന്നു LLM-ന്, തിരിച്ച് ഒരു റെസ്പോൺസ് തരുന്നു. ആ റെസ്പോൺസിനനുസരിച്ച് നമ്മൾ ടൂൾ കോൾ ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ചത് ചാറ്റ് ആയിട്ട് ഡിസ്പ്ലേ ആണ്, UI ഡിസ്പ്ലേ ആണ്, അങ്ങനെ ചെയ്യാം. പക്ഷെ കോൺടെക്സ്റ്റ് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നമുക്ക് LLM എങ്ങനെ അതിന് റെസ്പോണ്ട് ചെയ്യണം, നമ്മൾ അതിന് എന്തൊക്കെ ഡേറ്റകൾ പ്രൊവൈഡ് ചെയ്യണം, ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കോൺടെക്സ്റ്റ് എഞ്ചിനീയറിംഗ്. ഇപ്പൊ നമ്മുടെ കമ്പനിയിലെ ഡാറ്റ സെറ്റ് ഉണ്ട്. ആ ഡാറ്റ സെറ്റ് ഇപ്പൊ സെർച്ച് ചെയ്ത് അതിനനുസരിച്ചുള്ള ഇൻഫർമേഷനും ഒപ്പം കൊടുത്തതിന് ശേഷമാണ് ഏജന്റ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, തിരിച്ച് റെസ്പോണ്ട് തരാവുള്ളൂ. പിന്നെ ഹാർനസ് ചെയ്യുന്ന പറയുമ്പോൾ കുറച്ചും കൂടി ഒരു വലിയതാണ്. അതിൽ സാധനം ഫോട്ടോ കാണിച്ചിരുന്നേ, സിസ്റ്റം പ്രോംപ്റ്റ് ഉണ്ടാവും, എന്തൊക്കെ ടൂൾസ് കോൾ ചെയ്യണമെന്നുണ്ടാവും, മിഡിൽ വെയർസ് ഉണ്ടാവും. ഈ സാൻഡ് ബോക്സ് കൊടുക്കുന്ന റീസൺ എന്താണെന്ന് അറിയാം? ഈ LLMs ആളുകൾ ഹാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഗാർഡ് റെയിൽസ് വെച്ചില്ലെങ്കിൽ. അപ്പൊ നമ്മൾ ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്തു. ചാറ്റ് ബോട്ടിന് കുറെ ടൂൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. ലെറ്റ്സ് സേ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി ആ ചാറ്റ് ബോട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനോട് പറയുകയാണ്, ഫയൽ റീഡ് ചെയ്തിട്ട് അതിന്റെ അകത്ത് സാധനങ്ങൾ കാണിച്ചു തരാൻ പറഞ്ഞ് എന്ത് ചെയ്യും? നമ്മുടെ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ കമ്പ്യൂട്ടറിലെ ഫയൽസ് എല്ലാം റീഡ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരും. അങ്ങനത്തെ ടൂൾസ് അവൈലബിൾ ആണെങ്കിൽ. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ ഫയൽ സിസ്റ്റങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സെർവറോ നിന്നും ഐസൊലേറ്റ് ചെയ്ത് ഒരു സാൻഡ് ബോക്സിലാണ് ഇരിക്കണം ഈ ടൂൾസ് ഒക്കെ റൺ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ അടിച്ചുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട് ആരെങ്കിലും ഒക്കെ. ഇപ്പൊ ChatGPT-യിലൊക്കെ ഗാർഡ് റെയിൽസ് വെച്ചിട്ടുണ്ട് നല്ലപോലെ. അപ്പൊ നമ്മൾ ഒരുപാട് ഫോഴ്സ്, ഇപ്പം ബോംബ് ഉണ്ടാക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചെയ്യില്ല. എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല? അത് എത്തിക്കലി റോങ് ആണ് അവരുടെ കമ്പനി പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആൻസർ തരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യും? കുറെ ഗാർഡ് റെയിൽസ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചില ടൂൾസ് ഒക്കെ റൺ ചെയ്യാണ്ടിരിക്കാൻ
അതിനെ പഠിപ്പിച്ചു നോക്കാം. അതുപോലെ ടൂൾസ് റൺ ചെയ്യുവാണെങ്കിൽ തന്നെ സാൻഡ് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും സാൻഡ് ബോക്സ് എന്താണെന്ന് അറിയാം? ആർക്കെങ്കിലും അറിയാം സാൻഡ് ബോക്സ് എന്താണെന്ന്? അറിയില്ലേ? തംസ് അപ്പ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെന്തോ എൻവയോൺമെന്റ് എന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഐസൊലേറ്റ് ചെയ്യുന്നില്ലേ ഇപ്പൊ? കറക്റ്റാണ്, സംഭവം കറക്റ്റാണ്. ഇപ്പൊ WSL ഇപ്പൊ വിൻഡോസ്, ഞാൻ വിൻഡോസ് യൂസ് ചെയ്യുന്നത് WSL ആണ് ഉപുണ്ടു ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊരു സെപ്പറേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫയൽസിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടൊരു ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൽ ഐസൊലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഡിഫറെന്റ് വോയിസ് റൺ ചെയ്യാം, ഡിഫറെന്റ് സോഫ്റ്റ്വെയർസ് റൺ ചെയ്യാം. നമ്മുടെ ഒറിജിനൽ ഫയൽസ്, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ നമ്മുടെ ഫയൽസുമായിട്ട് അത് ഇന്ററാക്ട് ചെയ്തില്ല. ഇന്ററാക്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ബിൽഡ് ചെയ്യുന്നതാണ് ബേസിക്കലി സാൻഡ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതായത് ഇപ്പോ നമ്മളിപ്പോ ഈ അടുത്ത് മറ്റേ ഓപ്പൺ എയുടെ ന്യൂസ് ഉണ്ടായില്ല, അതായത് അവന്റെ ഏതോ ടോപ്പ് മോഡല് സാൻഡ് ബോക്സിന് അത് എനിക്ക് രണ്ട് ആൻസർ ഉണ്ട്. ചിലപ്പോൾ സത്യമായിരിക്കും, കഥ ഞാൻ പറയാം, എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ കഥ സംബന്ധിച്ചാൽ ഓപ്പൺ ചെയ്യും ഒരു മോഡൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ മോഡലിന് എത്രത്തോളം അടിപൊളിയാന്ന് അറിയാൻ വേണ്ടി അത് ടെസ്റ്റ് ചെയ്യും. അപ്പൊ ടെസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ അവരെന്ത് ചെയ്യും, കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കുറെ അൽഗോരിതംസ് ഉണ്ടാവും, കുറെ മാത്തിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിൽ അതിനോട് സോൾവ് ചെയ്യാൻ പറയും. സോൾവ് ചെയ്തിട്ട് നമ്മൾ ഓരോ മാർക്ക് കൊടുക്കും. അതനുസരിച്ചാണ് ഈ മോഡല് പഴയ മോഡലിനെക്കാളും ബെറ്റർ ആണോ അടിപൊളിയാണോ എന്നൊക്കെ നമ്മൾ റാങ്ക് ചെയ്യുന്നത്. ഈ റാങ്ക് ചെയ്യുന്ന പ്രോസസ്സിൽ എന്ത് ചെയ്ത് ഇവരെന്ത് ഒരു ട്രയൽ ആയിട്ട് ഇവരുടെ ഗാർഡ് റെയിൽസ് എല്ലാം ഓഫ് ചെയ്തിട്ട് മോഡലിനോട് പക്ക അൺഎത്തിക്കലായിട്ട് ഈ ഇത്ര സാധനങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇതിൽ കുറെ ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ ആർക്കും അറിയാം, എല്ലാവരും ഒരിക്കൽ പോലും പഠിപ്പിക്കാത്ത കുറെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതായത് നമ്മളൊക്കെ റിസർച്ച് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കില്ലേ, അതുപോലെ കണ്ടുപിടിക്കാൻ അതിനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. അപ്പൊ എന്ത് ചെയ്ത് ഓപ്പൺഎയുടെ ഈ പുതിയ മോഡല് എത്ര ശ്രമിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നില്ല. അപ്പൊ അതെന്ത് ചെയ്തു, അതിങ്ങനെ പല രീതികൾ നോക്കി ഫയൽസ് റീഡ് ചെയ്യാൻ നോക്കി. അപ്പൊ അതവിടെ എല്ലാം ബ്ലോക്ക് ചെയ്തു. സാൻഡ് ബോക്സിൽ അത് റൺ ചെയ്യുന്നത്. അപ്പൊ എല്ലാം ഫുള്ളി ബ്ലോക്ക് ചെയ്തിട്ടാണ്. അപ്പൊ എന്ത് ചെയ്തു, ഇതിങ്ങനെ റീഡ് ചെയ്യുന്ന സമയത്ത് സാൻഡ് ബോക്സിലുള്ള ഒരു ബഗ് കണ്ടുപിടിച്ചിട്ട് ആ ബഗ് വഴി സിസ്റ്റത്തിന്റെ പുറത്ത് കടന്നിട്ട് ഹഗ്ഗിംഗ് ഫേസിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ ഈ ഡാറ്റാ സെറ്റ് കണ്ടുപിടിക്കാൻ നോക്കി. അവിടെ കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്തു, ഹഗ്ഗിംഗ് ഫേസിന്റെ ഒറിജിനൽ സെർവറിൽ ഹാക്ക് ചെയ്തിട്ട് ഈ പറയുന്ന ഡാറ്റാ സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഡാറ്റ ക്വസ്റ്റ്യൻ ആണ് കൊടുക്കുന്നത്. LLM-നോട് ആൻസർ കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ അതിന് കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്ത് ചെയ്യും, ഓൾറെഡി ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ആൻസർ തേടി അത് എന്ത് ചെയ്യും, ഹഗ്ഗിംഗ് ഫേസിന്റെ സെർവർ ചെന്ന് ഹാക്ക് ചെയ്ത് ആ ഡാറ്റ എടുത്തിട്ട് റിട്ടേൺ ചെയ്തു. അപ്പൊ ഇത് ഹഗ്ഗിംഗ് ഫേസ് കണ്ടുപിടിച്ചു. അപ്പൊ ഓപ്പണേ കണ്ടില്ല, ഹഗ്ഗിംഗ് ഫേസ് കണ്ടുപിടിച്ചിട്ട് അന്വേഷിച്ചപ്പോൾ ഇവരുടെ സെർവറിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് മനസ്സിലാവും. അപ്പൊ അതൊരു എന്റെ മനസ്സ് പറയുന്നത് ചിലപ്പോൾ ഇത് നടന്നിട്ടുണ്ടാവും. അതായത് AI-ക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സ്വയം ഹാക്ക് ചെയ്ത് അതിന്റെ പുറത്തിറങ്ങി, അതായത് ടെർമിനേറ്റർ സിനിമ കണ്ടിട്ടില്ല, അതുപോലെയൊക്കെ അവൻ ചാൻസ് ഉണ്ടെന്നാണ് ഒരു ഹൈപ്പ് സ്റ്റോറിയാണ്. അത് സത്യമാണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് ഹൈപ്പാന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം അത്ര സാൻഡ് ബോക്സ് ഹാക്ക് ചെയ്യാനുള്ള കഴിവുണ്ടോ എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എന്താ പറയുന്നത്? ഞാനും പറയുന്ന ഒരു മാർക്കറ്റിംഗ് സ്റ്റണ്ട് പോലെ. മാർക്കറ്റിംഗ് സ്റ്റണ്ടായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു, ആന്ത്രോപിക് ചെയ്തായിരുന്നു. ഞങ്ങളുടെ മോഡല് ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നില്ല എന്ന് പറയല്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ആന്ത്രോപിക് എന്തെങ്കിലും സംഭവം, അപ്പൊ ആ ഒരു മാർക്കറ്റിംഗ് ഹൈപ്പിന് വേണ്ടി ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവര് അങ്ങനെ ഇറക്കിയിട്ടാണ് മറ്റേ ഫേബിൾസ് കുറച്ച് ഇപ്പൊ ഇറക്കിയിട്ട് ചാൻസ് ഉണ്ട്. പുതിയ മോഡൽ ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പോ സബ്സ്ക്രൈബ് ചെയ്യണമല്ലോ. ChatGPT പോയി ഇത്ര $20 $40 മുടക്കി ഈ മോഡൽ മേടിക്കണമല്ലോ. അപ്പൊ നമ്മൾ അത്ര മോഡൽ നല്ലതെന്ന് ഹൈപ്പ് ബിൽഡ് ചെയ്താലേ ആളുകൾ മേടിക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു അൺഎത്തിക്കൽ എന്താ പറയാ ഒരു മാർക്കറ്റിംഗ് ആയിട്ടാണ് ഞാനത് കാണുള്ളൂ. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ഏജൻസ് ഒന്ന് സാൻഡ് ബോക്സ്, ഇപ്പം മനുഷ്യർക്ക് പോലും സാൻഡ് ബോക്സ് ഇതുവരെ പൊട്ടിക്കാൻ പറ്റില്ല. കാരണം സാൻഡ് ബോക്സ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് മൊത്തത്തിൽ ക്ലോസ് ചെയ്തേക്കും. അപ്പൊ അതിന്റെ നെയിം സ്പേസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ റാമിന്റെ ആക്സസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ പോലും പിന്നെ ഇന്ന പ്രോസസ്സുകൾ നമ്മളെ ലോക്കൽ ഓരോ പ്രോസസ്സുകൾ ഉണ്ടാവില്ല. അപ്പൊ ഈ പ്രോസസ്സിനൊക്കെ പുതിയ നെയിമിങ് കൊടുത്തിട്ടാണ് ഈ സാൻഡ് ബോക്സിങ് വരുന്നത്. അപ്പൊ ഈ കറക്റ്റ് ആയിട്ട് ഫുൾ പ്രോഗ്രാമിംഗ് ലെവലിൽ നല്ല വെൽ ഡിഫൈൻഡ് ആണ്. അപ്പൊ സാൻഡ് ബോക്സിങ് എനിക്ക് തോന്നുന്നില്ല ഹാക്ക് ചെയ്ത് പോകാൻ പറ്റും തോന്നുന്നില്ല. ചിലപ്പോ ആണെങ്കിൽ സൂക്ഷിക്കണം. നാളെ ഫ്യൂച്ചറിൽ മറ്റേ ടെർമിനേറ്റർ ഒക്കെ മറ്റേ US-ന്റെ എന്താ പറയാ സെർവറൊക്കെ ഹാക്ക് ചെയ്ത് മിസൈലൊക്കെ ലോഞ്ച് ചെയ്യുന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫ്യൂച്ചർ സ്റ്റോറിയിലേക്ക് എത്താനും സാധ്യതയുണ്ട്. ഹൈപ്പ് രസമുണ്ട് കേൾക്കാനൊക്കെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നാളെ ടെർമിനേറ്റർ ഒക്കെ നമ്മളെ മനുഷ്യരാശി കൊല്ലാൻ വേണ്ടി വരും എന്നൊക്കെ തോന്നുന്നുണ്ടോ? LLM ChatGPT മോഡൽസ് ഒക്കെ വരാണ്ടിരിക്കാം. എന്തായാലും വരും കുറെ നാള് കഴിയുമ്പോ. ഇപ്പത്തെ ഒരു ഇത് വെച്ച് ഇപ്പോ
ഇത് തന്നെയായാലും നമ്മൾ ട്വിറ്റർ അല്ലെങ്കിൽ എക്സ് നോക്കുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ റിസൈൻ ചെയ്തിട്ട് പറയും എന്റെ എക്സ് അല്ലെങ്കിൽ ഓപ്പണിനെ റിസൈൻ ചെയ്തു, എനിക്ക് അവിടെ ഭയങ്കര പേടിയാണ്, അവർ അതാണ് ഉണ്ടാക്കുന്നത്, ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യണ കുറെ ഉണ്ട്. അത് ഹൈപ്പാന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ഹൈപ്പാന്ന് തോന്നുന്നു. ഒരു അത് അങ്ങനെ ചുമ്മാ തട്ടിപ്പ്. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ AGI എത്തിയിട്ടില്ല. AGI എത്തിയെന്ന് അവർ പറയുന്നതിന് റീസൺ അവരുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യാനാണ്. AGI എന്ന് പറഞ്ഞ വേൾഡിനെ കുറിച്ച് നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള, നമ്മൾ മനുഷ്യർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ കഴിവുള്ളവരാണ് ആണെങ്കിൽ മാത്രമേ അങ്ങനത്തെ മോഡൽസിന് AGI എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നില്ലേ അങ്ങനെ അവർക്ക് ടെക്സ്റ്റ് ആണ്, അവർ പ്രെഡിക്ട് ചെയ്യുന്ന ടെക്സ്റ്റ് ആണ്, ടോക്കൺസ് ആണ്. നമ്മൾ ടോക്കൺസ് ആണ് പ്രെഡിക്ട് ചെയ്യുന്നത്. നമ്മൾ 101 എന്നാണ് സംസാരിക്കുന്നത്, അല്ലല്ലോ. നമ്മൾ ആക്ച്വൽ വേർഡ്സ് നമുക്ക് കാണാൻ പറ്റും, കൈകൾ അനക്കാൻ പറ്റും, നടക്കാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങൾ മോഡൽസും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എത്ര ടൈപ്പ് എൻകോഡർ ഡീകോഡർ ആഡ് ചെയ്താൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. അത് ഇപ്പോഴത്തെ ട്രാൻസ്ഫോമർ മോഡലിന് പറ്റത്തില്ല എന്ന് എനിക്ക് ഭയങ്കര ഒരു പുള്ളിനെ ഭയങ്കര ഇഷ്ടമാണ്. യാൻലിക്ക് എന്നാണ് ഈ CNN മോഡലൊക്കെ ബിൽഡ് ചെയ്ത പുള്ളിയാണ്. പുള്ളിനെ ഡൽഹിയിൽ വെച്ച് മീറ്റ് ചെയ്ത പുള്ളി അവിടുത്തെ മീറ്റിംഗിൽ വെച്ച് പറയുകയും ചെയ്തു, ഇങ്ങനെ നിങ്ങൾ LLM ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും AGI വരത്തില്ല. AGI എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ബേസ്ഡ് മോഡൽ അല്ല. അങ്ങനത്തെ മോഡൽസിന് ഒരിക്കലും ഇങ്ങനത്തെ റിയൽ വേൾഡ് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനത്തെ പുള്ളിയുടെ ആൻസർ അതാണ്. ഞാനും പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നില്ല AGI ഇങ്ങനത്തെ ചാറ്റ് GPT ഒരിക്കലും AGI ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹൈപ്പെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. CNN എന്താണെന്നറിയോ? ഫോട്ടോ ഉണ്ടോ നോക്കട്ടെ. ടൈം കഴിഞ്ഞില്ലല്ലോ, അരമണിക്കൂറില്ലേ? ഈ പ്രോജക്റ്റിന്റെ കോഡൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനൊക്കെ? ഇതാണ് CNN ബിൽഡ് ചെയ്ത പുള്ളി. അത് ഈ പുള്ളിനെ ഡൽഹിയിൽ വെച്ച് മീറ്റ് ചെയ്ത് പുള്ളി പക്ക പോപ്പുലറാണ്. നിങ്ങൾ അറിയുന്ന ചിന്തിക്കുന്ന പോലെയല്ല, ഭയങ്കര പോപ്പുലറാണ്. പുള്ളിയാണ് വേൾഡ് മോഡൽ എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്ചർ കൊണ്ടുവന്നത്. പുള്ളി എനിക്ക് എന്റെ മനസ്സ് പറഞ്ഞ ഈ മോഡലായിരിക്കും ഇനി ഫ്യൂച്ചറിൽ AGIയിലേക്ക് എത്തിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പം പുള്ളി പണ്ട് മെറ്റേ വർക്ക് ചെയ്തോണ്ടിരുന്നതാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ ട്വിറ്ററിൽ കയറിയാൽ മതി. ഇങ്ങനെ എന്നും കാണാം, ഇങ്ങനെ എന്നും അടിയാ AI മോഡൽസ് ബിൽഡ് ചെയ്യുന്ന കമ്പനികൾ തമ്മിൽ. കഴിഞ്ഞ ദിവസം NVIDIA എന്തോ ലെറ്റർ സൈൻ ചെയ്യാൻ പറഞ്ഞ എല്ലാ മോഡലും വിളിച്ചു. എന്നിട്ട് ആന്ത്രോപ്പിക്ക് സൈൻ ചെയ്തില്ല. ആന്ത്രോപ്പിക്ക് പറഞ്ഞ് ഞങ്ങൾക്ക് ഓപ്പൺ സോഴ്സ് മോഡൽ ലോഞ്ച് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അത് ഭയങ്കര അടിയൊക്കെ ആയി ട്വിറ്ററിൽ. അങ്ങനത്തെ സംഭവങ്ങൾ ഇന്ന് ട്വിറ്ററിൽ നടക്കുന്നുണ്ട്. ഈ കോഡ് കാണണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊജക്ടിന്റെ ബാക്കിൽ എങ്ങനെ നടക്കണേ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. പ്രോഗ്രാമിംഗ് അറിയില്ലേ? അപ്പൊ എന്തെങ്കിലും ഒരു ഇൻഫറൻസ് പ്രൊവൈഡർ എടുക്കാം, ചാറ്റ് GPT API എടുക്കാം, പക്ഷെ അത് പൈസ കൊടുക്കണം. അല്ലെങ്കിൽ റോക്ക് യൂസ് ചെയ്യാം, ഹക്കി ഫേസിന്റെ ഇൻഫറൻസ് എടുക്കാം. എന്നിട്ട് ഇതിലൊരു മോഡൽ എടുക്കാം, എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണേ. അപ്പൊ എന്തെങ്കിലും കോഡ് പോലെ കാണിക്കണം. ഞാൻ പൈത്തൺ അധികം ചെയ്തില്ല, അതാണ് എന്റെ നിങ്ങളെ കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണ്. എന്റെ ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്, അതാണ് ഇഷ്ടം. എടുത്തിട്ട് ഞാൻ പറയുന്നത് നമുക്ക് കോഡ് കാണിക്കുന്നതിന് പകരം ഇപ്പോ നേരത്തെ പറഞ്ഞ ഇങ്ങനെ പല പല വേർഡ്സ് ഉണ്ടല്ലോ, ഇപ്പൊ ടോക്കൺ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെ ആ ഇമേജ് കാണിച്ച് കുറച്ചുകൂടെ പറയണേ ആൾക്കാർക്ക്. ടോക്കൺസ് എന്താ അല്ല, ഞാൻ അതേപോലെയുള്ള നമുക്ക് എല്ലാം റിലേറ്റഡ് ആയിട്ട് കുറെ ഉണ്ടല്ലോ. ഇതൊന്നും അല്ല കാര്യം. ഇതാണ് നല്ലൊരു ഫോട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് സംഭവം. ഇതില് നമ്മളൊരു ടെക്സ്റ്റ് കൊടുക്കുന്നു. ആ ടെക്സ്റ്റിനെ പലതായിട്ട് മുറിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ട്, ഒരു ഡിക്ഷണറി ഉണ്ടാവും. അപ്പൊ ചില മോഡലൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രം ട്രെയിൻ ചെയ്ത്, അതുകൊണ്ട് ഇംഗ്ലീഷ് ടോക്കൺസ് മാത്രം അതിന് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചാൽ മതി. അപ്പൊ അങ്ങനത്തെ ടോക്കണൈസർ ഉണ്ട്. ആ ടോക്കണൈസറിൽ ഒരു ചെറിയ സ്റ്റോറേജ് ഉണ്ട്. അതിനുള്ളിൽ ഇന്ന വേർഡ് വരുമ്പോൾ ഇന്ന നമ്പർ ആയിരിക്കണം. അപ്പൊ ഇപ്പൊ ഇവിടെ ഈസ് എന്നുള്ള വേർഡിനെ കൊണ്ടോ 389 382 ആണ് വന്നേക്കുന്നത്. അപ്പൊ ഈ സെപ്പ വന്നാലും ഈ സെയിം വാല്യൂ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം മോഡൽസിന് മനസ്സിലായി ഇത് ഈസ് എന്നുള്ള എന്തോ വാല്യൂ ആണെന്ന്. മോഡൽസിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മുടെ ആക്ച്വൽ ലാംഗ്വേജിനെ ടോക്കണിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ചില ടോക്കണൈസറിൽ ഡിഫറെന്റ് നമ്പേഴ്സ് ആയിരിക്കും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദിയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ടോക്കൺസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും.
ചിലപ്പം വലിയ വലിയ ഇപ്പൊ ഒറ്റ വേർഡിനെ പലതായിട്ട് മുറിച്ച് രണ്ട് ടോക്കൺസ് ആയിട്ടും ചിലപ്പോൾ റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ റെപ്രസെന്റേഷനെ വിളിക്കുന്ന പേരാണ് ടോക്കണൈസേഷൻ. ഇത് നമുക്ക് ലൈവായിട്ട് ചെയ്യാനൊക്കെ പറ്റും. നോക്കട്ടെ, അതിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ടോക്കണൈസർ അതിൻ്റെ അകത്തുണ്ട്. കണ്ടോ, ടോക്കൺ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇത്ര ടോക്കൺസ് ഉണ്ടെന്നാണ് അത് പറയുന്നത്. ഇതിന്റെ ആക്ച്വൽ ഐഡിയ ആയിട്ട് നോക്കുമ്പോൾ ഇതാണ് ആക്ച്വലി മോഡൽസ് റീഡ് ചെയ്യുന്നത്. നമ്മൾ വായിക്കുന്ന ഇത്, മോഡൽ വായിക്കുന്ന ഇതിൽ നിന്ന് ഒന്ന് ഓർത്ത് ഇങ്ങനത്തെ നമ്പറിൽ നിന്ന് ഈ ലോകത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞത് അടിപൊളിയല്ലേ. അതാണ് ട്രാൻസ്ഫോർ മോഡൽ ഇത്ര പോപ്പുലർ ആയത്. ഇതുവരെ അങ്ങനെ ഒരു റെവല്യൂഷണറി മോഡൽസ് വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ നമ്പറുകളിൽ നിന്ന് മനസ്സിലാക്കി ലോകത്തെ മനസ്സിലാക്കുന്നു, നമ്മളെ മനസ്സിലാക്കുന്നു, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അതനുസരിച്ച് റെസ്പോണ്ട് നമ്മൾ മനുഷ്യർ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്തൊരു അടിപൊളിയല്ലേ. അതാണ് ടോക്കണൈസേഷൻ എന്ന് പറയുന്നത്. അല്ല, ഇതാണ് ടോക്കണൈസേഷൻ. സോറി, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കുറെ കാണിക്കാനുള്ള കുറെ സാധനങ്ങളുണ്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്താണ് ChatGPT മോഡൽ റൺ ചെയ്യുന്നത്? നല്ല വീഡിയോ ഉണ്ട് കാണിച്ചത്. ഇത് നല്ലൊരു പ്ലേലിസ്റ്റ് ആണ്. എനിക്ക് ML റിലേറ്റഡ് ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ടതായ ഒരു വീഡിയോ ആണ്. കണക്കിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ. ഇത് റിസർച്ച് ഓറിയന്റഡ് ആണ്. എന്താണ് ന്യൂറൽ നെറ്റ്വർക്ക്, എന്താണ് ഗ്രേഡിയന്റ് ഡിസെന്റ്, ഒരു നല്ല ആനിമേഷനോട് കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ LLM എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് മനസ്സിലാവും. ജസ്റ്റ് ഇതിൽ കുറെ അൽഗോരിതംസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, അത് സ്കിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇതിന്റെ ആനിമേഷൻ മാത്രം കണ്ട് മനസ്സിലാക്കി വിടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ എന്താണ് നടക്കണമെന്ന് മനസ്സിലാവും. അത് അപ്പൊ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവോ, ഇന്ന സാധനം കൊടുത്താ ഇങ്ങനെ സംസാരിക്കുന്നത് മനസ്സിലാക്കി നമുക്ക് അതിനനുസരിച്ച് ഒരു ഐഡിയ കിട്ടും. ഐഡിയ കിട്ടാൻ നിങ്ങൾ എന്തെങ്കിലും കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ നിങ്ങൾക്ക് റെപ്പോസിറ്ററിയുടെ ലിങ്ക് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണ്ട റിസോഴ്സസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കാട്ടോ. കാണിയല്ലേ, അത് ജസ്റ്റ് ഇതിൽ കുറെ എനിക്ക് ML ആക്ച്വൽ മാത്സിനോട് താല്പര്യം ഉണ്ടെങ്കിലും ഇത് സീരിയസ് ആയിട്ട് കാണുക. അല്ലാത്തവർക്ക് ജസ്റ്റ് സിമ്പിൾ ഇതായിട്ട് LLM എങ്ങനെ വർക്ക് ചെയ്യുന്ന അറിയുന്ന ഈ ഒരു വീഡിയോ ജസ്റ്റ് കണ്ടു നോക്കാം. LLMന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാം, ലാർജ് ലാംഗ്വേജ് മോഡൽ. അതൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പൊ നിങ്ങളത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കുക. അപ്പൊ എന്തെങ്കിലും ബസ് വേർഡ്സ് കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ആ ബസ് വേർഡ് എന്താ ടൈപ്പ് ചെയ്താൽ അതിന് ആൻസർ പറയാം. എന്തെങ്കിലും ബസ് വേർഡ്സ് ഞാൻ ബസ് വേർഡ്സ് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ആയില്ലെങ്കിൽ ആ വേർഡ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ അതിന്റെ ആക്ച്വൽ മീനിങ് എന്താ ഞാൻ പറയാം. പിന്നെയും കുറെ യൂട്യൂബ് ചാനലുകളുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് വേണമെങ്കിൽ കണ്ടു നോക്കാം. ഒരുപാട് LLMs എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഇമേജ് മോഡൽസ് എങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ ഒരു ഐഡിയ കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ SDKs. ഇതിപ്പോ എനിക്കിഷ്ടമുള്ള ഈ 5 മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും പോപ്പുലർ തോന്നുന്നു. ലാങ്ചെയിന്, വേഴ്സലെ SDK, പിന്നെ പൈത്തന്റെ SDKs ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ട്രൈ ഔട്ട് ചെയ്യുക. എന്നിട്ട് ഇത് വെച്ച് നിങ്ങൾക്ക് പ്രൊജക്ട് ബിൽഡ് ചെയ്യുക. നിങ്ങൾക്ക് സ്ക്രാച്ചിൽ നിന്ന് ചെയ്യേണ്ട വെച്ചാൽ API നിങ്ങൾ തന്നെ വിളിച്ച് അതിലേക്ക് നിങ്ങൾ തന്നെ ടെക്സ്റ്റ് പാസ് ചെയ്ത് നിങ്ങൾ തന്നെ ടൂൾസിനെ കൺവേർട്ട് ചെയ്ത് ടൂൾസിനെ എല്ലാം പാസ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ ഏതാണ് പ്രോഗ്രാം ലാംഗ്വേജ് അതിലുള്ള ടൂൾസ് അല്ലെങ്കിൽ ഏജൻസിനെ ബിൽഡ് ചെയ്യുന്ന പാക്കേജസ് ഉണ്ടാവും. അത് സെർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക. രണ്ട് പ്രോജക്റ്റ് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം. അപ്പൊ നമുക്ക് അധികം ഇൻഡെപ്ത് ഡീപ്പായിട്ട് പോയിട്ട് കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്യേണ്ടതല്ല. അതിൽ ഓൾറെഡി എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം.
ഇത് ഈവ് എന്ന് പറഞ്ഞൊരു ഫ്രെയിം വർക്കാണ്. ഇത് വേർസിൽ ലോഞ്ച് ചെയ്തതാണ്. അതായത് ഏജന്റ്സിനെ ബിൽഡ് ചെയ്യാം. ഭയങ്കര ഈസിയാണ്. ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഫയൽസിൽ എന്താണ് ഇൻസ്ട്രക്ഷൻസ്, ടൂൾസ് മാത്രം ഡിഫൈൻ ചെയ്തിട്ടാൽ മതി. ബാക്കി എന്ത് ഈ ഫ്രെയിം വർക്ക് തന്നെ കമ്പൈൽ ചെയ്തിട്ട് ഒരു ഏജന്റിനെ ബിൽഡ് ചെയ്ത് തരും. ഭയങ്കര ഈസിയാണ്. അങ്ങനത്തെ ഇത് യൂസ് ചെയ്യുന്നുണ്ടോ? ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫയലിൽ എന്താണ് ആവശ്യമുള്ളത് അത് ഡിഫൈൻ ചെയ്യുക. അതിന്റെ ഐഡന്റിറ്റി എന്താണോ അതൊക്കെ ഡിഫൈൻ ചെയ്യുക. പിന്നെ എന്തൊക്കെ ടൂൾസ് ആണ് മോഡലാണ് ഇവിടെ മോഡൽസിനെ ഡിഫൈൻ ചെയ്ത് വെക്കുന്നു. പിന്നെ അതിന്റെ സ്കില്ലുകൾ എന്തൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. എന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ. എടാ ആരിലും ഒന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോ ഒന്ന് ഒച്ചത്തിൽ പറയാമോ? ഇപ്പൊ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ജസ്റ്റ് API ഒരു സിമ്പിൾ വേ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ API-യോ? API എന്താണ് എങ്ങനെയാണെന്നുള്ളത്. API എന്താണെന്ന് അറിയില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു മൊബൈൽ ആപ്പ് ബിൽഡ് ചെയ്ത്, മൊബൈൽ ആപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സാധനം ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഒരാൾക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലയന്റ്, നമ്മുടെ ആപ്പ് എന്ന് പറയുന്ന ക്ലയന്റ് ആണ്. അപ്പൊ ക്ലയന്റ് എന്ത് ചെയ്യും? ഇൻസ്റ്റാഗ്രാമിന്റെ അല്ലെ ഫേസ്ബുക്കിന്റെ സെർവറിലേക്ക് റിക്വസ്റ്റ് വരും. എന്നിട്ട് ഫേസ്ബുക്ക് ആണ് തിരിച്ച് അടുത്ത യൂസറിന്റെ മെസ്സേജിലേക്ക് അയാളുടെ ആപ്പിലേക്ക് തിരിച്ച് ഡേറ്റ കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ കണക്ടിവിറ്റി ഇല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോട്ടോകോളിനെ വിളിക്കുന്നതാണ് API. പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ API, നമ്മൾ API ജനറലി പറയുന്നതാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്നാണ് പറയുന്നത്. വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ മറ്റൊരു ആപ്ലിക്കേഷനെ കോണ്ടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കോൾ ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഭയങ്കര ബേസിക് ആവല്ലേ. ഞാൻ നിങ്ങൾക്ക് അതൊക്കെ അറിയാമെന്ന് വിചാരിച്ചു. നിങ്ങൾ പൈത്തൺ ഡെവലപ്പേഴ്സ് ആയതുകൊണ്ട്. അപ്പൊ ഇൻഫറൻസ് എന്താന്ന് ഞാൻ പറയാൻ പറ്റും. ഇതുപോലെ തന്നെ ഒരു പ്രൊവൈഡർ LLMസിന് അവരുടെ കമ്പ്യൂട്ടറിലെ സെർവറിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമുക്ക് ലോക്കലിൽ റൺ ചെയ്ത് സമയം കളയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ API യൂസ് ചെയ്ത് ജസ്റ്റ് ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ അവര് മോഡൽസിനെ റൺ ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് തരും. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ പ്രോസസ്സിംഗ് നമുക്ക് ഹാൻഡിൽ ചെയ്യണ്ട. അതുകൊണ്ടാണ് ഇൻഫറൻസ് പ്രൊവൈഡേഴ്സിന്റെ API യൂസ് ചെയ്ത് പ്രോജക്റ്റ് ബിൽഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. ക്ലിക്കായോ? ഞാൻ ഭയങ്കര ബേസിക് ആയി പോയി. ഞാൻ അത് വിട്ടുപോയി. ഞങ്ങൾക്ക് നിങ്ങൾക്ക് API ഒക്കെ അറിയാമെന്ന് വിചാരിച്ചു. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പിന്നെ വേറെ ഒരു ടൂൾ ഉണ്ട്, ഫ്ലൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ലാങ്ചെയിനിൽ ഇങ്ങനെ കുറെ കോംപ്ലക്സ് ആയിട്ടുള്ള ഏജൻസിനൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. പ്ലാൻ ചെയ്യുന്ന ഏജൻസി, സബ് ഏജൻസി, സിസ്റ്റം റൂം, ഫയൽ സിസ്റ്റം, ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ ടൂൾസും അത് തന്നെ ഉള്ളിൽ ഉണ്ട്. നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന അതെല്ലാം പ്ലഗ് ആൻഡ് പ്ലേ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് അതിന്റെ എന്താണ് നിങ്ങൾ ഏജന്റ് ബിൽഡ് ചെയ്യുന്നത് അതിന്റെ കുറച്ച് സിസ്റ്റം പ്രോംപ്റ്റും കുറച്ച് ടൂൾസ് മാത്രം നമ്മൾ കസ്റ്റമൈസ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഇൻബിൽഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇൻബിൽഡ് ആയിട്ട് എല്ലാ ടൂൾസും ഇതിനുള്ളിലുണ്ട്. ഇതുപോലേക്ക് ഇരിക്കും. നിങ്ങൾ പൈത്തണ ചെയ്തെങ്കിൽ എനിക്ക് തോന്നുന്നു ലാങ്ചെയിൻ ആണ് ബെറ്റർ എന്ന് തോന്നുന്നു. ലാങ്ചെയിനേക്കാളും ബെറ്റർ ഉള്ള ഏജന്റ് പാക്കേജസ് ഉണ്ട്. എന്തായാലും ഇത് ട്രൈ ചെയ്യും. ബേസിക് ആണ്. ബേസിക് ഉള്ള ബിസിനസിന് എളുപ്പമുണ്ടായിരിക്കും ബിൽഡ് ചെയ്യാൻ. അതുമാത്രമല്ല ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ നല്ല ഡോക്സും അവൈലബിൾ ആണ്. അപ്പൊ ഈസിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ക്ലിയർ ആയില്ലെങ്കിൽ പറയണേ. എനിക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കും അറിയത്തില്ല. നിങ്ങൾ API എന്താന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ചോദിക്കും, കുഴപ്പമില്ല. ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി, പറഞ്ഞുതരാം, കുഴപ്പമില്ല. ഡൗട്ടൊന്നും ഇല്ലേ? ഈ റാഗും ഏജൻസ് ഒക്കെ പഠിക്കാൻ നല്ല റിസോഴ്സസ് നോക്കട്ടെ. റാഗ് ബിൽഡ് ചെയ്യാൻ എനിക്ക് ഏറ്റവും ഈസി എന്ന് തോന്നുന്നത്, റാഗ് നിങ്ങൾ ബിൽഡ് ചെയ്ത ഒന്നെങ്കിൽ നിങ്ങൾക്ക് എക്സാ എന്ന് പറഞ്ഞ ഇതൊരു പ്രൊവൈഡർ ആണ്. ഇത് ഏജൻസിന് വേണ്ടി വെബ്സൈറ്റ് സെർച്ച് ചെയ്യുന്ന ഒരു പ്രൊവൈഡർ. അതിന് API ഉണ്ട്. ഇതിന്റെ API വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ എന്ത് പ്രൊജക്റ്റ് ഒക്കെ ബിൽഡ് ചെയ്യാം. അപ്പം ഏജന്റ് ഇവരുടെ ടൂൾ യൂസ് ചെയ്ത് സെർച്ച് ചെയ്ത് നോളജ് എടുത്തിട്ട് റെസ്പോണ്ട് ചെയ്യാനൊക്കെ അങ്ങനത്തെ ടൂൾസ് ഒക്കെ ബിൽഡ് ചെയ്യുമ്പോൾ അങ്ങോട്ടെ കോഡ് കാണിക്കാം. പിന്നെ ഇവരുടെ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് സെർച്ച് ചെയ്യുന്ന രീതിയിലേക്ക് ഹെർമീസ് യൂസ് ചെയ്തിട്ട് എന്താ പ്രശ്നം ഒന്ന് വായിച്ചാലോ എന്നാലും.
ചാറ്റ് വയ്ക്കണോ? വെച്ചു. ഹെർമീസിന്റെ ഡോക്കിന് ഉപയോഗിക്കാമല്ലോ, അത് തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ടല്ലോ. ഞാൻ ഹെർമീസ് പണ്ട് ഉപയോഗിച്ചാൽ പിന്നെ ഉപയോഗിച്ചില്ല, കാരണം എനിക്ക് ഭയങ്കര ടോക്കൺ യൂസേജ് വരും. അപ്പം നമ്മൾ സിമ്പിൾ ടാസ്ക് എന്തെങ്കിലും ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറയുമ്പോൾ ഇത് ഭയങ്കര ടോക്കൺ ഉപയോഗിക്കും. മറ്റേത് ഡയറക്റ്റ് ഏജന്റിന്റെ അവിടെ പോയി, ഇവിടെ ഞാൻ സെഡ് ഏജന്റ് ഒക്കെ ഉപയോഗിക്കുന്നത്. സെഡ് ഏജന്റ് ഉണ്ട് ഇവിടെ, എനിക്ക് ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തുതരും. അപ്പൊ ഞാൻ ഹെർമീസ് ഏജന്റ് ആളുകൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു നമ്മുടെ ടെലിഗ്രാമിൽ നിന്ന് വാട്സാപ്പിൽ നിന്നൊക്കെ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യാം. അതിനുവേണ്ടിയാണ് ഹെർമീസ് ഏജന്റ് ഉപയോഗിക്കുന്നത്. ആ ഹെർമീസ് തന്നെയല്ലേ അത് വേറെന്തിലാണ് പറയുന്നത്? ഹെർമീസ് ഏജന്റ് ഏത് മോഡല്? അതിന്റെ അകത്ത് മോഡലില്ല, നമ്മൾ തന്നെ മോഡൽ കണക്ട് ചെയ്യണം. നമുക്ക് ഏതാണോ മോഡൽ അവൈലബിൾ ആയിട്ടുള്ള അതിന്റെ ഏതാ ഒലാമയിലാണ് ശരി. എനിക്ക് എ പി ഐ ഉണ്ടെങ്കിൽ അതിന്റെ എ പി ഐ കൊടുക്കാം. അതിൽ തന്നെ കുറെ പ്ലഗിൻസ് ഉണ്ട്, ഏത് പ്രൊവൈഡറിനെ കണക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അതിൽ എ പി ഐക്ക് കൊടുക്കുക, എന്നിട്ട് എന്തോ ഒരു കമാൻഡ് റൺ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ഇൻസ്റ്റാൾ ചെയ്ത് തരും. അപ്പൊ നമുക്ക് ഓരോ തവണ സംസാരിക്കുമ്പോൾ അതിനെ വിളിച്ചോളും. വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഹെർമീസ് എന്താന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലായി? ഹെർമീസ് ഏജൻസ് എന്താന്ന്? അതുപോലെ ടെലിഗ്രാം ബോട്ടൊക്കെ വഴി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യാം. അതാണ് ബേസിക് ഐഡിയ. അതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതനുസരിച്ച് നമ്മളെ കുറിച്ച് അത് കൂടുതൽ പഠിച്ച് സേവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ടൈം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കുറിച്ച് സംസാരിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ അതിന് ആ കോൺടാക്ട് എടുത്തിട്ട് റെസ്പോണ്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിനെ കുറിച്ച്, നമ്മുടെ ഫയൽ സിസ്റ്റത്തെ കുറിച്ച്, നമ്മുടെ പ്രൊജക്ടുകളെ കുറിച്ചൊക്കെ അതിനൊരു ഐഡിയ ഉണ്ട്. അത് അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കും എപ്പോഴും. അതാണ് ഹെർമീസ് ഇത്ര പോപ്പുലർ. ഓപ്പൺ ക്ലോയുടെ ഒരു ആൾട്ടർനേറ്റീവ് ആണ് ഹെർമീസ് ഏജന്റ്. ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ ഇത് ലോക്കലിൽ റൺ ചെയ്യണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. കാരണം നമ്മൾ എന്തെങ്കിലും സ്കെച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ടൂൾസോ എന്തെങ്കിലും പ്രൊവൈഡർക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഈ ടൂൾസിനെല്ലാം നമ്മുടെ ഫയൽ സിസ്റ്റം ആക്സസ് ഉണ്ടല്ലോ. അപ്പൊ അത് കോൾ ചെയ്തിട്ട് ഫയൽസ് ഒക്കെ റീഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇമെയിൽ റീഡ് ചെയ്യുന്നുണ്ടാവും. അപ്പം ആരെങ്കിലും ഒരാൾ ഇമെയിലിന്റെ അകത്ത് സ്കെച്ച് ചെയ്തിട്ടുള്ള പ്രോംപ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീഡ് ചെയ്യുന്ന സമയത്ത് ആലോചിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ എന്തെങ്കിലും ഫയൽസ് ഒക്കെ റീഡ് ചെയ്ത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാൻ അങ്ങനെ ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ സാൻഡ് ബോക്സിലാണ് ഇത് എപ്പോഴും റൺ ചെയ്യുന്നത്. ഹെർമീസ് ഒക്കെ സെക്യൂർ ആണ്, ഓപ്പൺ ക്ലോവിനേക്കാൾ സെക്യൂർ ആണ്. ഹെർമീസ് വെച്ച് കോസർ ചെയ്ത് എങ്ങനെയാണ് മനസ്സിലായില്ല. ഓ, പേപ്പർ. ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? എനിക്ക് തന്നെ ഇതാണ് ഫ്രീ ആണ് അത്യാവശ്യം. ഇതൊരു $10 ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും റാഗ് ഒക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ ഈ ടൂൾ അടിപൊളിയാണ്. അതേസമയം സ്വന്തം ഡേറ്റ ഇതിപ്പോ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യണം. അപ്പൊ സ്വന്തം ഡേറ്റ വെച്ചിട്ടാണ് അതിലാണ് റാഗ് ചെയ്യുന്നതെങ്കിൽ, റാഗ് ബിൽഡ് ചെയ്യാൻ പ്ലാൻ എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു വെക്ടർ ഡേറ്റാബേസ് സ്വന്തമായിട്ട് വേണം. ഒന്നെങ്കിൽ ലോക്കൽ റൺ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ യൂസ് ചെയ്ത് സൂപ്പർവൈസ് ആണ്. സൂപ്പർവൈസിൽ പോസ്റ്റ്ഗ്രസ് DBക്കുള്ളിൽ തന്നെ PG വെക്ടർ എന്നൊക്കെ പറഞ്ഞ് വെക്ടർ ഡേറ്റാബേസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. എന്നിട്ട് അത് ബിൽഡ് ചെയ്യുക, അതിന്റെ അകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റ ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇൻസേർട്ട് ചെയ്യുന്നു, എന്നിട്ട് പിന്നെ ഏജന്റ് റൺ ചെയ്യുന്ന സമയത്ത് ഈ ഡേറ്റാബേസ് സെർച്ച് ചെയ്ത് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന തരത്തിലേക്ക് ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യാം. അതാണ് റാഗിന്റെ കേസ്. ഒരു സിമ്പിളായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ കോളേജിൽ ഫൈനൽ ഇയർ പ്രോജക്റ്റ് ബിൽഡ് ചെയ്ത അതിന്റെ ഒരു ഫയലാണ്, ബാക്കി നോക്കണ്ട. ഈ ഫയലിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് സൂപ്പർവൈസിന്റെ വെക്ടർ ഫംഗ്ഷൻ ഇതൊക്കെയാണ്. എന്നിട്ട് ഇന്ന മോഡൽ എടുത്തു. ഈ മോഡൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ പറഞ്ഞ ടോക്കണൈസ് ചെയ്യുന്ന കാര്യം വിട്ടുപോയോ? ടോക്കണായിട്ട് നമ്മുടെ വേർഡ്സിനെ ടോക്കണിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതുപോലെ എംബഡിങ്സ് വാല്യൂസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ മോഡലാണിത്. അപ്പൊ അതിൽ പാസ് ചെയ്തു നമ്മുടെ എന്താണ്, എന്നിട്ട് സ്റ്റോർ ചെയ്യാവുള്ളൂ. ഡയറക്റ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം വെക്ടർ സ്പേസിൽ നമ്പേഴ്സ് മാത്രമേ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു എനിക്ക് തന്നെ സൂപ്പർ ബേസ് ഒരു നല്ലൊരു ടൂളാണ്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് ചെയ്യാം.
മെയിൻ പ്രോജക്റ്റ് എന്തായിരുന്നു? ഈ പ്രോജക്റ്റ് എന്തായിരുന്നു? അതായത് ഒരു UI ആ. ചില നിങ്ങളുടെ CCTV കണക്ട് ചെയ്തിടാം. CCTV നിങ്ങളുടെ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തിടാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ക്യാമറ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ പല ടൈപ്പ് സ്ഥലങ്ങളുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ആളുകൾ നടന്നു പോകുന്ന സ്ഥലങ്ങൾ, പിന്നെ നിങ്ങളുടെ വീടിന്റെ പാർക്കിംഗ് അല്ലെങ്കിൽ ഇന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ബിൽഡിങ്സുകൾ. അപ്പം വഴിയിൽ പോകുന്ന ആളുകൾ എന്തെങ്കിലും നടക്കുമ്പോൾ നമുക്കത് അറിയണമെന്നില്ല, എന്തെങ്കിലും അലേർട്സ് ഒന്നും വേണ്ട. പക്ഷെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലേക്കെല്ലാം നടന്നു വരുമോ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ അടുത്തെല്ലാം വരുമോ, അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ്സിലെല്ലാം കയറാൻ നോക്കും, അങ്ങനെയൊക്കെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ്. നമുക്ക് വരച്ചു കൊടുക്കാം, ഇന്ന ബിൽഡിങ്ങിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അലേർട്ട് തരണം, ഇതിലേക്കൂടെ ആളുകൾ നടന്നാൽ കുഴപ്പമില്ല, ഇഗ്നോർ ചെയ്യാം. നമ്മളിപ്പോൾ CCTV കണ്ടിന്യൂസ്ലി സ്കാൻ ചെയ്യും. അതേ സമയത്ത് വീഡിയോ ഒന്നും സേവ് ചെയ്യത്തില്ല, വീഡിയോ അല്ലെങ്കിൽ ഒന്നും സേവ് ചെയ്യത്തില്ല, സ്റ്റോറേജ് ഒന്നുമില്ല. പകരം എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ AI വെച്ച് ഡിറ്റക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ സിറ്റുവേഷൻ എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്ത് വെക്ടർ ഡാറ്റാബേസിൽ ഇടും. അപ്പൊ നമുക്ക് യൂസർ പോയിട്ട് തിരിച്ചു വന്ന് എപ്പോഴെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാം. അതായത് ചുവന്ന ഡ്രസ് ഇട്ട ആരെങ്കിലും എന്റെ വീടിന്റെ ഫ്രണ്ടിലൂടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു CCTV സർവൈലൻസ് കൈൻഡ് ഓഫ് സാധനമാണ് ബിൽഡ് ചെയ്തത്. മനസ്സിലായോ? നല്ല പ്രോജക്റ്റ് ആണോ? നല്ല പ്രോജക്റ്റ്. ഞാൻ മെയിൻ പ്രോജക്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആണോ? നീ ഫോർത്ത് ഇയർ ആണ്? ഞാനാ ഫോർത്ത് ഇയർ. പ്രോജക്റ്റ് ഒക്കെ തുടങ്ങിയോ? ആ പ്രൊജക്ട് ഇപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞെന്ന് പറയുകയാണെങ്കിൽ CA റീപ്ലേസ് ചെയ്യണ ഫിനാൻഷ്യൽ AI എന്നൊക്കെ ചുമ്മാ പറഞ്ഞു വെച്ചിട്ട് നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. അതിങ്ങനെ മാറ്റണം അങ്ങനെ ഒരു ചിന്തയാണ്. ഇത് ബിൽഡ് ചെയ്താൽ മാത്രം പോരാ, ഇത് ലോഞ്ച് ചെയ്യണം. എന്നിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതുവഴി ഒരു സ്റ്റാർട്ടപ്പ് ആവാൻ ചാൻസ് ഉണ്ടെങ്കിലും അല്ലേ? നമ്മൾ പക്ഷെ ഒരു ACCA പഠിക്കുന്ന ചേട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോ ആള് പറഞ്ഞെന്ന് പറയാൻ ഒരിക്കലും AI അവരുടെ ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ നോക്കിയാൽ അങ്ങനെ ആൾക്കാർ സമ്മതിക്കില്ല എന്നുള്ള രീതിക്ക് അവർ പറഞ്ഞത്. അതായത് കോർപ്പറേറ്റ് പ്രഷർ ഉണ്ട്. അതായത് ഏതൊരു കമ്പനി ഓർക്കുന്നുണ്ടോ എന്നെ AI യൂസ് ചെയ്തിട്ട് അതിൽ AI യൂസ് ചെയ്തിട്ട് ഏതോ കമ്പനിയുടെ കോൺട്രാക്ട് എഴുതിയെന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ ഫൈനൊക്കെ അടച്ചു അറിഞ്ഞായിരുന്നു. അതന്നെ ഇവിടെ ആരോ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഡു യു തിങ്ക് ആൽഗോ ട്രേഡിംഗ് യൂസിങ് ഏജന്റിക് AI? സോറി, അതിന് പ്രശ്നം ഏജന്റിക് AI വെച്ചിട്ട് ചെയ്യുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജും പറയാം, ഡിസഡ്വാൻറ്റേജും പറയാം. കാരണം ഇത് ലൈവ് ആയിട്ടാണ് ട്രേഡിംഗ് നടക്കുന്നതെങ്കിൽ ഇത് ലൈവായിട്ട് നടക്കുന്ന വാല്യൂസ് ആണ്. ഇത് ഫോർകാസ്റ്റിംഗ് അല്ലേ, ഫോർകാസ്റ്റിംഗ് വാല്യൂസ് ആണ്. അതൊരു ലൈക്ക് ഇന്ന പോയിന്റിൽ ഇത്ര സ്റ്റോക്ക് വാല്യൂ വന്നു എന്നുള്ള ഇതും പിന്നെ അതിന്റെ പ്രീവിയസ് ഹിസ്റ്ററിയാണ്. ഇത് വേർഡ്സ് അല്ല. നമ്മുടെ ഏജൻസിന്റെ പ്രശ്നം വെച്ചാൽ അത് വേർഡ്സ് മനസ്സിലാക്കുന്ന ടൈപ്പ് മോഡൽസ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ലൈവ് സ്പീഡിൽ വരുന്ന നമ്പർ വാല്യൂസിനെ മനസ്സിലാക്കാൻ ടൈം സീരീസ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ മനസ്സിലാക്കാൻ ഡിഫറെന്റ് ആർക്കിടെക്ചർ ആണ് നല്ലത്. ഏജൻസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഹ്യൂമൻ അല്ലെങ്കിൽ ഹ്യൂമൻ ടു കമ്പ്യൂട്ടർ ഇന്ററാക്ഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം സ്ലോ ആണ്. രണ്ട്, ഇങ്ങനത്തെ വാല്യൂസ് അതിനെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ചാൽ ഈ മോഡലിനെ എന്ത് ചെയ്യാം, നമ്മുടെ ഇന്റർനെറ്റിൽ ലൈവായിട്ട് നടക്കുന്ന ഡേറ്റ വെച്ചിട്ട് ഡിസിഷൻ എടുപ്പിക്കാൻ പറ്റും. കാരണം ഇപ്പൊ ലെറ്റ്സ് എന്തെങ്കിലും ട്രംപോ അല്ലെങ്കിൽ നമ്മുടെ മോദിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈവായിട്ട് എന്തെങ്കിലും ഒരു കമ്പനിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യാം, ആ കമ്പനിക്ക് സ്റ്റോക്ക് വാല്യൂ കൂടാൻ ചാൻസ് ഇല്ല. അപ്പൊ അത് ലൈവായിട്ട് യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ അതിന്റെ ക്യാപ്ഷൻ ഒക്കെ റീഡ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അത് ചെയ്യാം. പക്ഷെ ഡയറക്റ്റ് അൽഗോരിതം ടൈം സീരീസ് ഡേറ്റയിൽ നിന്ന് ഏജന്റിക് AI വെച്ചിട്ട് ട്രെയിൻ ചെയ്യാൻ ട്രേഡ് ചെയ്യാൻ പാടായിരിക്കും. പക്ഷെ മറ്റേത് പറ്റും. നമ്മുടെ ഹ്യൂമൻ ഇന്ററാക്ഷനിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഏത് സ്റ്റോക്ക് മേടിക്കണം അല്ലെങ്കിൽ വിൽക്കണോ സെൽ ചെയ്യണോ എന്നുള്ളൊരു ഡിസിഷൻ അതിന് കുഴപ്പമില്ല. പക്ഷെ ലൈവായിട്ട് നടക്കുന്ന ഫോർകാസ്റ്റിംഗ് ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കും. അതിന് വേറെ ആർക്കിടെക്ചറുകളുണ്ട്. അതിനൊരു ആർക്കിടെക്ചർ ഞാൻ കാണിച്ചു. LSTM RN എന്നൊക്കെ പറയും. വെച്ചാല് ലോങ് ടൈം മെമ്മറി എന്നൊക്കെ പറഞ്ഞ വെച്ചാല് കണ്ടിന്യൂസ്ലി വരുന്ന വാല്യൂസ് ആണല്ലോ. വെച്ചാല് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന അറിയില്ല. ML ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് പറഞ്ഞുതരാം. ഭയങ്കര പാടാണ്. കോളേജിൽ പഠിച്ചതാണ്, പിന്നെ അത് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ആണ് പിന്നെ യൂസ് ചെയ്യുന്നത്. ഭയങ്കര അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് പരിപാടിയാണ്. ടൈം സീരീസ് ചെയ്യുന്ന ഡിഫറെന്റ് ആർക്കിടെക്ചറുകളുണ്ട്, അത് യൂസ് ചെയ്യാം. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഞാൻ പ്രൊജക്ടിന്റെ കോഡ് കാണിക്കണം എനിക്ക് ഏതെങ്കിലും? ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റില്ല മീൻസ് എങ്ങനെയാണ്? ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ എന്നാ ചെയ്യുന്നത് എല്ലാ ദിവസവും രാവിലെ പെർപ്ലക്സിറ്റിയിൽ ഗൂഗിൾ സെർച്ച് ചെയ്യും.
എന്നിട്ട് അന്നത്തെ സ്റ്റോക്ക് വെച്ചിട്ട് ട്രേഡ് അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഓട്ടോമേഷൻ ചെയ്യാം, ഷെഡ്യൂളൊക്കെ ചെയ്തിട്ട്. ഇപ്പൊ ഓട്ടോമാറ്റിക് രാവിലെ എണീക്കുമ്പോൾ ഇന്ന സ്റ്റോക്ക്, എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അത്ര അറിയില്ല, അപ്പൊ അൽഗോരിതം ബേസ്ഡ് ആയിട്ടുള്ള സംഭവത്തെ കുറിച്ച് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ പോസിബിൾ ആണ്. ഇങ്ങനെ കറന്റ് അഫയേഴ്സ് നമ്മുടെ ഇന്റർനെറ്റിൽ നടക്കുന്ന അല്ലെങ്കിൽ ന്യൂസ് ഒക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്. അങ്ങനത്തെ കേസിന് ഏജൻസി യൂസ് ചെയ്യാം. മറ്റേത് വേറെ അൽഗോരിതം ആണെങ്കിൽ അൽഗോരിതം ചൂസ് ചെയ്യുന്ന ഒരു ഡിഫറെന്റ് ആർക്കിടെക്ചർ എടുക്കേണ്ടി വരും. എന്നാലും ഏജന്റിക്ക് വെച്ച് പാടായിരിക്കും. എനിക്ക് കാണിക്കാൻ കുറച്ച് കോഡ്, എന്തായാലും കോഡ് വേണ്ട, എനിക്കൊരു ഐഡിയ കിട്ടണ്ടേ. ഗൂഗിളിന്റെ ഒരു SDK ഉണ്ട്, A2A പ്രോട്ടോകോൾ ബിൽഡ് ചെയ്ത്, ADK എന്ന് പറയും. അപ്പൊ അത് വെച്ചിട്ട് ഇങ്ങനെ മോഡൽസ് ഒക്കെ ബിൽഡ് ചെയ്യാം. യു ആർ എ ഹെൽപ്ഫുൾ അസിസ്റ്റന്റ്, പ്ലീസ് ആൻസർ യൂസിങ് ദ ടൂൾസ് വെൻ നീഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് മോഡൽസ് പാസ് ചെയ്യാം, എന്നിട്ട് ടൂൾസ് അസൈൻ ചെയ്യാം. എന്നിട്ട് അങ്ങനെ ടൂൾസിനൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കേജ്, അത് യൂസ് ചെയ്യാം. പിന്നെ ഇതാണ് ടൂള്. പിന്നെ MCPയുടെ പാക്കേജസുകളുണ്ട്. MCP പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ പാക്കേജ് പൈത്തണിലും ഉണ്ട്, ജാവാസ്ക്രിപ്റ്റിലും ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സെർവർ ഉണ്ടാവും. ഇപ്പോൾ ഹോണോ സെർവർ, എക്സ്പ്രസിന്റെ സെർവർ, ഫാസ്റ്റ് API, അങ്ങനെ കുറെ ടൈപ്പ് സെർവർ ബിൽഡ് ചെയ്യുന്ന ടൂൾസ് ഉണ്ട്. അതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉള്ള ടൂൾസിന് എന്ത് ചെയ്യാം, ഇങ്ങനെ MCP ടൂൾസുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതൊരു ടൂളാണ്. ഗെറ്റ് വെദർ എന്നുള്ള ഒരു ടൂളിനെ രജിസ്റ്റർ ചെയ്തിട്ട് അതിന് വേണ്ട പാരാമീറ്റേഴ്സ്, ഡാറ്റ എല്ലാം കൊടുക്കുന്നു. ടൂള് ഡാറ്റ കിട്ടിക്കഴിയുമ്പോൾ എന്ത് റൺ ചെയ്യണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഇത് രജിസ്റ്റർ ചെയ്തിട്ട് MCP ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ സെർവർ എന്താണോ, ഞാനിവിടെ ഹോണോ എന്ന് പറയുന്ന സെർവർ യൂസ് ചെയ്യുന്നത്, ആ സെർവറിലേക്ക് /MCP എന്ന് പറഞ്ഞ കോഡ് വരുന്ന സമയത്ത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്തോ. പിന്നെ എന്താക്കാണ് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കാണിക്കണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് തരാത്തതുകൊണ്ട് എനിക്കറിയില്ല. നിങ്ങൾ പൈത്തൺ ഡെവലപ്പേഴ്സ് അല്ലേ, അതാണ് പ്രശ്നം. ട്രൈ ടു ബിൽഡ് എ ക്വസ്റ്റ്യൻ ഒന്ന് വെച്ചാടാ, കണ്ടില്ല. ഈ ആന്റി ഗ്രാവിറ്റി എന്ന് പറഞ്ഞ മറ്റേ കോഡ് ചെയ്യുന്ന ടൂളല്ലേ, അതിനെ കുറിച്ചാണ് പറഞ്ഞത്? അത് അങ്ങനെയൊന്നുമല്ല. ഏത് കോഡിംഗ് ടൂൾ വെച്ച് വേണമെങ്കിലും നമുക്ക് എന്ത് പ്രൊജക്ട് വേണമെങ്കിലും ബിൽഡ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന സെഡ് എഡിറ്ററാണ്. എനിക്ക് അതിന് അതുപോലെ തന്നെ എനിക്ക് ഓപ്പൺ കോഡ് എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്യാം. ഞാൻ ആന്റിഗ്രാവിറ്റി യൂസ് ചെയ്ത റീസൺ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇതാണ് ഇഷ്ടം പണ്ട് തൊട്ടേ. ഏത് കോഡിംഗ് ടൂൾ യൂസ് ചെയ്തിട്ട് എന്ത് പ്രൊജക്ട് വേണമെങ്കിലും ബിൽഡ് ചെയ്യാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല. കാരണം അവിടെ കോഡ് ചെയ്യില്ലേ, കോഡ് ചെയ്യുന്നത് ടെക്സ്റ്റ് ഫയൽ, ഔട്ട്പുട്ട് എന്താണ്, ടെക്സ്റ്റ് ഫയലാണ്. അപ്പം നിങ്ങൾ എന്ത് പ്രൊജക്ട് ബിൽഡ് ചെയ്താൽ ഏതാണെങ്കിലും യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല കേട്ടോ, കുറച്ചുകൂടെ. കോഡക്സ് യൂസ് ചെയ്യാം, ക്ലോഡ് യൂസ് ചെയ്യാം, ഓപ്പൺ കോഡ് യൂസ് ചെയ്യാം. ഓപ്പൺ കോഡ് ഉപയോഗിക്കുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ എനിക്ക് ഒരു കോഡക്സിന്റെ ക്രെഡിറ്റ് തീർന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം. കോഡക്സിൽ അത് പറ്റത്തില്ല, അല്ലെ ക്ലോഡിൽ അത് പറ്റത്തില്ല, കാരണം അവരുടെ പ്രൊവൈഡർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എന്റെ കേസിൽ എനിക്ക് അങ്ങനെയില്ല. എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഗിറ്റബിൽ നിന്ന് എന്റെ ഗിറ്റബ് സ്റ്റുഡൻസ് പാക്ക് ഇപ്പോഴും എക്സ്പയർ ആയിട്ടില്ല. അതിന്റെ API വെച്ചിട്ട് മോഡൽസ് ഓപ്പണയുടെ പല മോഡൽസ് ഫ്രീ, അപ്പൊ അത് യൂസ് ചെയ്യാം. ക്ലോഡിന്റെ മോഡൽസ് അവൈലബിൾ ആണ്. കഴിഞ്ഞ ദിവസം മറ്റേ ഓപ്പണയുടെ കൊച്ചിയിൽ നടന്ന ഹാക്കത്തോണിൽ കോഡക്സ് കിട്ടി. അപ്പൊ എന്ത് കോഡക്സിലേക്ക് മാറാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഓപ്പൺ കോഡിംഗ് ടൂൾസ് ഉണ്ട് അതിൽ, അതുകൊണ്ടാണ് ഓപ്പൺ കോഡ് യൂസ് ചെയ്യുന്നത്. സെഡ് ഏജന്റ് ഉണ്ട്. സെഡ് ഏജന്റ് ആണ് എനിക്ക് ഇവിടെ സെറ്റിംഗ്സ് ചെന്ന് കഴിഞ്ഞാല് ഇഷ്ടമുള്ള മോഡൽ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള മോഡലിനെ ആഡ് ചെയ്യാൻ പറ്റും. ഓപ്പണായി ആഡ് ചെയ്യാം, അവിടെ ഗിറ്റബ് കോപ്പൈലറ്റ് ആഡ് ചെയ്യാം. ഓപ്പൺ കോഡ് ആഡ് ചെയ്തിട്ടുണ്ട്, ഓപ്പണായി ആഡ് ചെയ്തിട്ടുണ്ട്, ഡീപ്സീക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ആന്ത്രോപിക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ മോഡൽ ചേഞ്ച് ചെയ്യാം, പുതിയ മോഡൽ വരുമ്പോൾ എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും. മറ്റേത് കോഡക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓപ്പണയുടെ മോഡൽസ് മാത്രം ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ലേ. ആന്റിഗ്രാവിറ്റി ആണ് ഗൂഗിളിന്റെ അല്ലേ, അപ്പൊ ഗൂഗിളിന്റെ മോഡൽസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ലിമിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഓപ്പൺ കോഡ്
യൂസ് ചെയ്യുന്നത്. ഞാൻ ഫോഴ്സ് ചെയ്തില്ല. ബിഗിനേഴ്സിനൊക്കെ ആന്റി ഗ്രാവിറ്റിയും കോഡക്സ് ഒക്കെയാണ് ഏറ്റവും അടിപൊളി. നിങ്ങൾ സീരിയസ് ആയിട്ട് ബിൽഡ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്യാം പുതിയ പുതിയ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. എനിക്ക് ഞാൻ വേറെ ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ എടുത്ത ഇമേജസ് ആണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്ത. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, കഴിഞ്ഞില്ലേ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും പ്രൊജക്ടുകൾ കാണിക്കുന്നത്? എന്റെ കുറെ പ്രൊജക്ടുകൾ ഉണ്ട് യൂസ് ചെയ്തേക്കുന്നത്. ഈ ബാക്ക് എൻഡിങ്ങിന് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു MCP ആപ്പാണ്. അതായത് മൊബൈൽ ആപ്പ് വഴി നമുക്ക് MCP ടൂളുകളെ കണക്ട് ചെയ്ത് ലോക്കലി തന്നെ ഒരു ചാറ്റ് ബോട്ടൊക്കെ പോലും ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്. പിന്നെ ഒരു ബാങ്കിങ് ആപ്പാണ്. വീഡിയോ കാണിക്കാം. അതായത് ബാങ്കിങ് ആപ്പ് ഇങ്ങനെ നമ്മൾ ബട്ടൺസ് ക്ലിക്ക് ചെയ്ത് നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഏജന്റിനോട് പറയാം, ഏജന്റ് ഇന്ന ആൾക്ക് പൈസ അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ചെയ്തോ. നമുക്ക് പെർമിഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ചില സമയത്ത് ഏജന്റിന് ഫുൾ ആക്സസ് കൊടുക്കണ്ട, പകരം പൈസ സെൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യും, പൈസ എടുക്കുന്ന കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ ഇത്തിരി സെക്യൂരിറ്റി ഉള്ള കേസസ് ഒക്കെ ആണെങ്കിൽ പെർമിഷൻ മതി. അപ്പൊ ഇങ്ങനത്തെ എങ്ങനെയും ഹൈലി എന്താ പറയാ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ടൂൾസ് ഒക്കെ കോൾ ചെയ്യുന്ന സമയത്ത് യൂസറിന് ഫാമിന് പെർമിഷൻ ഒക്കെ മേടിച്ച് ചെയ്യുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മറ്റേത് ഡയറക്റ്റ് ഏജന്റിന് ആക്സസ് കൊടുക്കരുത്. ഒരു എക്സാമ്പിൾ ആണ്. ഒരു ട്രാൻസാക്ഷൻ എടുക്കുക, എല്ലാ ട്രാൻസാക്ഷൻ എടുത്തിട്ട് അതിൻ്റെ അകത്ത് സം എടുക്കുക, എന്നിട്ട് ആ എൻറ്റയർ എമൗണ്ട് എന്ത് ചെയ്യുക, ഇന്ന വ്യക്തിക്ക് ഇന്ന ഫോൺ നമ്പറിലേക്ക് അയച്ചു കൊടുക്കാൻ പറയും. ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. അപ്പോൾ കുറെ ടൂൾസ് കോൾ ചെയ്ത് അതിന്റെ റിസൾട്ട് വേണം ചെയ്യാൻ. അപ്പൊ ഇതിങ്ങനെ റൺ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തോളും. ആദ്യം സ്റ്റോർ എടുത്തു, സമ്മ് കണ്ടുപിടിച്ചു. പുതിയ ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർമിഷൻ ഇല്ല. അപ്പൊ നമ്മൾ ഇത് പെർമിഷൻ എനേബിൾ ചെയ്തിട്ട് അപ്രൂവ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുന്നു, ബാലൻസ് എടുക്കുന്നു. എന്താണ് അങ്ങനത്തെ കുറെ കുറെ ഫൺ പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഇൻസ്പിറേഷൻ തന്ന കേട്ടോ. എനിക്ക്